start the session. So ഇതിൽ ഫസ്റ്റ് വരുന്നത് ദ സ്റ്റോറി ഓഫ് ദ എമർജൻസി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. എമർജൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ എത്ര ടൈപ്പ് എമർജൻസികൾ ഉണ്ട് ഇന്ത്യയിൽ? ടൈപ്സ് ഓഫ് എമർജൻസീസ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എത്ര തരത്തിലുള്ള എമർജൻസികൾ ഇന്ത്യയിൽ ആവാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എത്ര ടൈപ്പ് എമർജൻസികൾ ഉണ്ട് ഇന്ത്യയിൽ? യെസ്, എനിവൺ? ഓക്കെ, അനുപമ ഓഡിബിൾ അല്ലല്ലോ? യെസ്, 3 ടൈപ്സ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ്, ഏത് ടൈപ്പ് ഒക്കെയാണ്? നാഷണൽ എമർജൻസി, ഓക്കെ, സ്റ്റേറ്റ് എമർജൻസി, യെസ്, ഫിനാൻഷ്യൽ എമർജൻസി. ഫിനാൻഷ്യൽ എമർജൻസി. ഓക്കെ, ഇതിന്റെ ഒക്കെ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാ വരിക? ആർട്ടിക്കിളുകൾ ഇനി ഐഡിയ? 352 നാഷണൽ എമർജൻസി. ഓക്കെ, യെസ്, കറക്റ്റ്. പിന്നെ ബാക്കി ഓർമ്മ വരുന്നില്ല. ഓക്കെ, 352 ഓർക്കുമ്പോൾ എളുപ്പത്തിൽ അറിയാം, കാരണം അതേ ഓർഡറിൽ തന്നെയാണ് വരിക. അതായത് അതേ ഓർഡർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഒരു 4 ആർട്ടിക്കിളുകളുടെ ഗ്യാപ്പിലാണ് വരിക. ഓക്കെ, 352, 356, 360 അങ്ങനെയാണ് വരിക. അപ്പോൾ 352 നാഷണൽ എമർജൻസി, 356 സ്റ്റേറ്റ് എമർജൻസി, 360 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസി. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നതും ഇതേ കോൺസെപ്റ്റ് തന്നെയാണ്, എമർജൻസിയെ കുറിച്ചാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ എപ്പോഴും പറയപ്പെടുന്ന ഒരു എമർജൻസി എന്ന് പറയുന്നത് 1975 വന്ന എമർജൻസിയാണ്. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, അതായത് എമർജൻസി കാലഘട്ടത്തിനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ എഴുതിയിട്ടുള്ളതാണ് ദ സ്റ്റോറി ഓഫ് എമർജൻസി. ഓൺ ജൂൺ 25th ഇന്ത്യ entered the 15th year of imposition of the emergency, an extraordinary 21-month period from 1975 to 77. അപ്പോൾ ഇത് എമർജൻസി കാലഘട്ടത്തിനെ കുറിച്ച് പറയുന്നു. മാത്രമല്ല എമർജൻസി കാലഘട്ടത്തിന്റെ 25th ഇയർ ആയിരുന്നു കഴിഞ്ഞ വർഷത്തിൽ. അപ്പോൾ അതിന്റെ ഒരു സെലിബ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എന്തല്ല, അതൊരു വിക്ടോറിയസ് ആയിട്ടുള്ള ഒരു സംഭവം ഒന്നുമല്ല. എമർജൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ വെരി ഡേഞ്ചറസ് എന്ന് പറയാനില്ല, അല്ലെങ്കിൽ തന്നെ ഇറ്റ് വാസ് വെരി എ പീരീഡ് ഓഫ് പോവർട്ടി എന്നുള്ള കോൺസെപ്റ്റ് വേണമെങ്കിൽ പറയാം, കാരണം അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രിക്ട്നെസ് അല്ലെങ്കിൽ കൺട്രോൾ എന്ന് പറയുന്നതിലാണ് അവിടെ പ്രാധാന്യം. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആൻഡ് ഗവൺമെന്റ് കൺട്രോൾ ഓവർ ദ സിസ്റ്റം ഓഫ് ദ കൺട്രി. അപ്പോൾ എല്ലാത്തിനും മുകളിലും എന്ത് വരുന്നു? നിർബന്ധിതമായ ഒരു നിയന്ത്രണം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിക്കുന്നതാണ് എമർജൻസി. അപ്പോൾ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് അതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ 352 എന്ന് പറയുന്ന എമർജൻസി പ്രകാരം എന്ത് ചെയ്യുന്നു? നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നു. 356 പ്രകാരം സ്റ്റേറ്റുകളിലും, 360 പ്രകാരം ഇൻ ദ നാഷണൽ ലെവലിൽ തന്നെ, അതായത് ഇൻ ദ ഫിനാൻഷ്യൽ എമർജൻസി ആണ്. അപ്പൊ ഇതുവരെ ഡിക്ലെയർ ചെയ്യാത്ത എമർജൻസി എന്ന് പറയുന്നത് 360 ആണ്, അതായത് ഫിനാൻഷ്യൽ എമർജൻസി. അപ്പോൾ എമർജൻസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത് ദ സിറ്റുവേഷൻ ഓഫ് ദ കൺട്രി അല്ലെങ്കിൽ ദ സിറ്റുവേഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ള ലെവലിലാണ്. അപ്പൊ സിറ്റുവേഷൻ ഓഫ് ദ കൺട്രി ഈസ് ഇൻ എ ഡേഞ്ചർ സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആംഡ് റിബലിയൻ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ് പറയുന്നത്. ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്ന വാക്ക് എന്ന് പറയുന്നത് ഡിസ്റ്റർബൻസ് എന്നുള്ളതായിരുന്നു. അതായത് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് സോഷ്യൽ അല്ലെങ്കിൽ സമൂഹത്തിൽ തന്നെ എന്ത് സംഭവിക്കുന്നു? ഡിസ്റ്റർബൻസ് ഓഫ് ദ സൊസൈറ്റി ആണ്. അപ്പോൾ സോഷ്യൽ ഓർഡറിൽ ഡിസ്റ്റർബൻസ് വന്നാൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ദ പ്രസിഡന്റ് ക്യാൻ ഇമ്പോസ് എമർജൻസി എന്നുള്ളതായിരുന്നു ആദ്യകാലങ്ങളിൽ. എന്നാൽ ഇത് പിന്നീട് അമെൻഡ് ചെയ്തു. ഈ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്ക് മാറ്റിയിട്ട് ആംഡ് റിബലിയൻ എന്ന് പറയുന്ന ഒരു വാക്കാക്കി മാറ്റി. അപ്പോൾ കാരണം
ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അത് എന്താക്കി മാറ്റാം, എമർജൻസിക്ക് ഡിക്ലെയർ ചെയ്യാം. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ഈ നാഷണൽ എമർജൻസി ഉണ്ടാവുന്നത്. അപ്പോൾ അന്ന് പ്രധാനമായിട്ടും ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന പേരിൽ ഓപ്പോസിഷൻ പാർട്ടിയിലെ, അതുപോലെ അതിൽ ജയപ്രകാശ് നാരായൺ ഉൾപ്പെടുന്ന വ്യക്തികൾ, ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ ജയപ്രകാശ് നാരായണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട JP മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ടായതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുള്ള ഒരൊറ്റ കോണ്ടെക്സ്റ്റിലാണ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ എമർജൻസി ഡിക്ലെയർ ചെയ്തത് അന്നത്തെ രാഷ്ട്രപതിയാണ്. അതായത് ഡിക്ലെയർ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയോട് ക്യാബിനറ്റ് എന്ത് ചെയ്യുന്നു, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നു. അന്നത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ക്യാബിനറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അപ്പോ അന്നത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഓക്കെ, എന്താണ് ആൻസർ? എന്താണ് എനിവൺ? രാഷ്ട്രപതി ആരായിരുന്നു 1975 എമർജൻസി പീരീഡിലെ രാഷ്ട്രപതി? ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ആരായിരുന്നു? അനുഷ? എനിക്ക് ഉറപ്പില്ല. ഫക്രുദ്ദീൻ അലി ആണോ? ഓക്കെ, യെസ് എക്സാക്ട്ലി. ഓക്കെ, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്, കറക്റ്റ് ആണ്. സോ ഫക്രുദ്ദീൻ അലി അഹമ്മദ്, രാഷ്ട്രപതിയുടെ പ്രാധാന്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്, ഒപ്പുവെക്കുന്നത്. അതായത് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്താൽ ആ കാര്യം ഗവൺമെന്റിനാണ് അതിന് കൂടുതൽ അധികാരം എന്ന് പറയാം. കാരണം രാഷ്ട്രപതി മിക്കവാറും കേസുകളിൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുക. അപ്പോൾ ചില കേസുകളിൽ ചില രാഷ്ട്രപതിമാർ അങ്ങനെ ആവണമെന്നില്ല, അവര് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തീരുമാനം എടുക്കുന്നവരുണ്ട്. എന്നാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കേസിൽ ഹി വാസ് വെരി ലീനിയേജ്, അല്ലെങ്കിൽ വളരെ അധികം ഫേവേർഡ് ആയിരുന്നു ഇന്ദിരാഗാന്ധിയുമായിട്ട്. അപ്പൊ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടൊക്കെ ഒരുപാട് പത്രങ്ങളും അതുപോലെ തന്നെ കാർട്ടൂണുകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ശങ്കർസ് വീക്ക്ലി എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു കാർട്ടൂൺ എന്താണ് പക്തി ഉണ്ടായിരുന്നു. അപ്പൊ അതില് കാർട്ടൂണായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് തന്നെ അതാണ്. അതായത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള എമർജൻസി കാർട്ടൂണാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഒരു ബാത്ത് ടബിൽ കിടക്കുന്ന ഒരു പിക്ചർ. അപ്പൊ ബാത്ത് ടബിൽ കിടക്കുന്നു, ഇന്ദിരാഗാന്ധി എമർജൻസിയുടെ ഓർഡർ കൊണ്ടുവരുന്നു. അപ്പൊ ഈ ഓർഡർ ഒപ്പിടാൻ പറയുന്നു. അപ്പോൾ ബാത്ത് ടബിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒപ്പിട്ട് കൊടുക്കുന്നതായിട്ടുള്ള ഒരു സീൻ. അപ്പൊ അത് അത്രയും ഹി വാസ് വെരി ഫേവേർഡ് ടു ദ സിറ്റുവേഷൻ ഓഫ്, അല്ലെങ്കിൽ പവർ ഓഫ് ഇന്ദിരാഗാന്ധി എന്ന് പറയാവുന്ന അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ഇവിടെ എമർജൻസിയുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. എമർജൻസി വാസ് വെരി അതിന് തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ, പോസിറ്റീവ്സ് മിക്കവാറും നെഗറ്റീവ് ആംഗിളിലാണ് നമുക്കത് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റവും എന്താവുന്നു, ഗവൺമെന്റ് കൺട്രോളിലാവുന്നു. മാത്രമല്ല അവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം തന്നെ എന്താവുന്നു, കർട്ടെയിൽ ചെയ്യപ്പെടുന്നു, കട്ട് ചെയ്യുന്നു. എങ്കിലും 20 and 21 എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് അവിടെ ഡിസ്പോസ് ആവുന്നില്ല, നിലനിൽക്കും. ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും അവിടെ ഡിസ്പോസ് ആവും, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ ഒരിക്കലും നമുക്ക് കോടതിയിൽ പോകാൻ സാധിക്കില്ല, കോടതി ഫങ്ഷനിങ് അല്ല. സോ ആരെങ്കിലും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. സോ അതാണ് അതിന്റെ ഭീകരത എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ ഓൾമോസ്റ്റ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കറപ്ഷൻ, അല്ലെങ്കിൽ ഫങ്ഷനിങ് ഓഫ് ദ ഗവൺമെന്റ് സിസ്റ്റം. ഇപ്പൊ ഗവൺമെന്റിൽ ഉള്ള ഹോസ്പിറ്റലുകളായിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും, റെയിൽവേ സംവിധാനം ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ കൃത്യമായ സമയത്ത് പ്രവർത്തിച്ചു തുടങ്ങി. അതായത് റെയിൽവേ ഇപ്പൊ ട്രെയിനുകളൊക്കെ ആണെങ്കിൽ കൃത്യസമയങ്ങളിൽ വരും, കൃത്യസമയം എല്ലാം വളരെ കൃത്യതയോടുകൂടി പെർഫെക്റ്റ്ലി ഫങ്ഷനിങ് ആരംഭിച്ചു എന്നുള്ളതാണ്. ബിക്കോസ് എന്തെങ്കിലും സംഭവിച്ചാൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാം, അവരെ പിരിച്ചുവിടാം. അപ്പൊ അത്രയും പവർഫുൾ ആയിരുന്ന ഒരു കാലഘട്ടം. സോ അതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ള എല്ലാം തന്നെ. ഓക്കെ, ഇതിൽ സ്പെഷ്യലി ഒന്നും ഇപ്പൊ പറഞ്ഞ അതേ പോയിന്റ്സുകൾ തന്നെയാണ് ഇവിടെ, അതേ പോയിന്റുകൾ വരുന്നുണ്ട്. ഇന്റേണൽ ഡിസ്റ്റർബൻസ്, എക്സ്റ്റേണൽ അഗ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് എങ്ങനെയെല്ലാം ഇമർജൻസി ഡിക്ലെയർ ചെയ്യാം എന്നാണ് പറയുന്നത്. 352 പ്രകാരം ഇഫ് ദ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ, അതിൽ പറയുന്നുണ്ട് the Prime Minister issue a proclamation of emergency if the security of India or any part of the country is threatened by the war or external aggression or armed rebellion.
സോ 3 പ്രധാനപ്പെട്ട പോയിന്റ് ആണ്: വാർ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ആംഡ് റിബലിയൻ. അപ്പൊ ഇതിൽ വാർ ആൻഡ് എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ളതാണ് മിക്കവാറും സംഭവിക്കുക. എന്നാൽ ആംഡ് റിബലിയൻ എന്ന് പറയുന്നത് രാജ്യത്തിനകത്ത് സംഭവിക്കുന്നതാണ്. അതും സായുധ കലാപം എന്നാണ്. അതായത് ആംഡ് റിബലിയൻ എന്ന് പറയുമ്പോൾ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന കലാപം. അപ്പൊ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ലെവലിൽ മാത്രമാണ് ഡിക്ലെയർ ചെയ്യുള്ളൂ. പെട്ടെന്നൊന്നും എമർജൻസി ഡിക്ലെയർ ചെയ്യില്ല. ഓക്കെ. സോ ഫിനാൻഷ്യൽ എമർജൻസി ഇന്ത്യയിൽ ഡിക്ലെയർ ചെയ്തിട്ടില്ല. കാരണം ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്താൽ എക്കണോമിക് സിസ്റ്റത്തിനെ അത് ബാധിക്കും. സോ ഇറ്റ് വാസ് വെരി, അല്ലെങ്കിൽ അത് അങ്ങനെ വന്നാൽ അത് വലിയൊരു മറ്റ് എമർജൻസികൾ പോലെയല്ല. കൺട്രോളിങ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. ബിക്കോസ് അവിടെ സംഭവിക്കുക എല്ലാ കറൻസി ഹോൾഡിങ്ങുകളും അല്ലെങ്കിൽ ഈവൻ സാലറികളെല്ലാം ചിലപ്പോൾ കട്ട് ചെയ്യാം. ഗവൺമെന്റ് സാലറി കട്ട് ചെയ്യപ്പെടാം. ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ വരാം. അപ്പൊ അത്തരം കോൺസെപ്റ്റുകൾ വരുമ്പോൾ രാജ്യം തന്നെ തകർന്നു പോകും. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ എമർജൻസി അത്രയും വലിയ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ അത് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല, പ്രഖ്യാപിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഓക്കെ. സോ നെക്സ്റ്റ് വരുന്ന ഒരു ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ ടേം എല്ലാം പറയുന്നത്. അതായത് JP മൂവ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ വേർഷനുകളായിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പൊ June 5 എഴുതിയിട്ടുണ്ട്: സ്പീച്ച് ഇൻ പാട്നാസ് ഹിസ്റ്റോറിക് ഗാന്ധി മൈതാൻ, JP ഗേവ് എ കോൾ സമ്പൂർണ്ണ ക്രാന്തി. അതിന്റെ കഥ എന്ന് പറയുന്നത് JP, അതായത് ജയപ്രകാശ് നാരായൺ, ബീഹാറിലെ ജയപ്രകാശ് നാരായൺ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നു ഗാന്ധി മൈതാനിൽ. അപ്പൊ അതില് പബ്ലിക്കിനോട് അനൗൺസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവരും സമ്പൂർണ്ണ ക്രാന്തി എന്ന് പറയുന്ന ഒരു, സമ്പൂർണ്ണ ക്രാന്തി എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ വിപ്ലവം, റവല്യൂഷൻ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ. അപ്പൊ ഗവൺമെന്റിനെതിരെ ഉള്ള ഒരു എന്താണ് വലിയൊരു മാർച്ച്. എന്നാൽ ആ മാർച്ചിനിടയിൽ വെച്ചിട്ട് JP, അതായത് ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്നിരുന്ന പോലീസുകാരോടൊക്കെ ആയിട്ട് അനൗൺസ് ചെയ്യാണ്. അതായത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തില് ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരെ പോലീസ് ഉൾപ്പെടെയുള്ളവരെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം, അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെയുള്ള അജിറ്റേഷനിൽ നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറയുന്നു. ബട്ട് അത് ഒരിക്കലും എന്തല്ല, അതൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വേറെ ഒരു ഡിഫറെന്റ് സിറ്റുവേഷൻ ആണ്. കാരണം ആർമി അല്ലെങ്കിൽ പോലീസ് എന്ന് പറയുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ ഇറ്റ്സ് ഫോർ ദ സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി. അപ്പൊ അവരോട് ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കണം എന്ന് പറയുന്ന പോലെയാണ് അത് എന്ത് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക. സോ അവിടെ സംഭവിക്കുന്നത് രാജ്യദ്രോഹം പോലെയാണ്, അല്ലെങ്കിൽ രാജ്യത്തിൽ കലാപം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ആംഗിള് അതിൽ ഗവൺമെന്റ് കാണുന്നു. അതേ ആംഗിളിൽ തന്നെയാണ് ഇവരെല്ലാം അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ജയപ്രകാശ് നാരായൺ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഒറ്റ ആംഗിളിലാണ്. അപ്പൊ ഇത് ഈ പറയുന്ന സംഭവം ഇല്ലാതാക്കാൻ കുറെ ടെക്നിക്കുകളൊക്കെ നടത്തിയിരുന്നു. അതായത് ജയപ്രകാശ് നാരായൺ നടത്തിയ ഈ മാർച്ച് തകർക്കാൻ, അല്ലെങ്കിൽ അതിലേക്ക് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടി അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു. അതിൽ ഇന്ദിരാഗാന്ധി ആ കാലഘട്ടത്തിൽ ചെയ്ത ഒന്ന്, ദൂരദർശൻ എന്ന് പറയുന്ന ചാനലിലൂടെ, അന്ന് ആകെയുള്ള ഒരു ചാനൽ എന്ന് പറയുന്നത് ദൂരദർശനാണ്. പ്ലസ് അന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു ബോബി എന്ന് പറയുന്ന മൂവി. സോ ഈ ബോബി എന്ന് പറയുന്ന മൂവി അന്ന് റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഓൾറെഡി പുതിയ മൂവിയാണ്. സോ ഇത് എന്ത് ചെയ്യുന്നു, ദൂരദർശൻ വഴി പബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ കാണിക്കുകയാണ്, ടെലികാസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സംഭവിക്കുമ്പോൾ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, വീട്ടിലിരുന്ന് TV കാണും എന്ന് കരുതി നടത്തിയ ഒരു ടെക്നിക് എന്ന് പറയാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇതിൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കുറയ്ക്കാം. അപ്പൊ അത്തരത്തിലുള്ള പല ടെക്നിക്കുകളും പല രീതികളും ഇതിൽ ഉപയോഗിച്ചിരുന്നു. ആൻഡ് ദെൻ ദ സിറ്റുവേഷൻ കെയിം ടു എമർജൻസി. 1977 വരെ നീണ്ടു നിന്നു. 77 എന്ത് സംഭവിക്കുന്നു, അവിടെയുള്ള ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം പറയുന്നു, ഇപ്പോൾ എമർജൻസി നമുക്ക് വിഡ്രോ ചെയ്യാം, എന്നിട്ട് ഇലക്ഷനിലേക്ക് പോവാം, അപ്പൊ ഇലക്ഷനിൽ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ജയിക്കും എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1977 എമർജൻസി എന്ത് ചെയ്യുന്നു, ഉണ്ടായിരുന്ന എമർജൻസിയെ വിഡ്രോ ചെയ്യുന്നു. ദെൻ ഇലക്ഷൻ വരുന്നു. ഇലക്ഷനിൽ പക്ഷെ സംഭവിക്കുന്നത് ഇന്ദിരാഗാന്ധി തോൽക്കുകയാണ് ചെയ്യുന്നത്. 78 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെന്റ് വരുന്നു. സോ അതിനുശേഷം അപ്പൊ ജനതാ ഗവൺമെന്റ് പക്ഷെ ഒരു കൊയിലേഷൻ ഗവൺമെന്റ് ആയിരുന്നു. അതായത് കുറെ പാർട്ടികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഉള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു. ഇത് 2 വർഷത്തിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു, ആ ഗവൺമെന്റ് വീഴുന്നു.
അതായത് അതിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് 1980 വീഴുന്നു. നെക്സ്റ്റ് ഇലക്ഷൻ വരുന്നു. ആ ഇലക്ഷനിൽ വീണ്ടും ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സോ അതാണ് എമർജൻസിയുടെ ഒരു കോണ്ടെക്സ്റ്റ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ്, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. എമർജൻസി ജനതാ ഗവൺമെന്റ് വന്നത്, ജനതാ ഗവൺമെന്റ് മൊറാർജി ദേശായി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ, മൊറാർജിയുടെ നേതൃത്വത്തിലാണ് വരുന്നത്. അപ്പൊ അന്നത്തെ അതിന്റെ ഒരു എക്കണോമിക്സ് ആംഗിളിൽ പറയുകയാണെങ്കിൽ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന പ്ലാനുകൾ നിർത്തിവെച്ച് ജനതാ ഗവൺമെന്റ് വന്നപ്പോൾ ഒരു റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാനാണ് നടപ്പിലാക്കിയത്. അപ്പോൾ മാത്രമല്ല അന്ന് പ്രധാനമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ 44th അമെൻമെന്റ് വന്നു. 1978 44th അമെൻമെന്റ് വന്നു. ഇത് 42nd അമെൻമെന്റിനെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു, ഇല്ലാതാക്കി. അതായത് 42nd, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റുകളാണ്. നമ്മൾ ഓൾറെഡി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 1976 വന്നതാണ് 42nd അമെൻമെന്റ്. ഭരണഘടനയിൽ വരുത്തിയ ഒരു വലിയ മാറ്റമാണ്. അതായത് ഭരണഘടനയെ ഈ ഒരു അമെൻമെന്റിനെ വിളിക്കുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇത് അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഭരണഘടനയിൽ എന്ത് ചെയ്യുക, മാറ്റം വരുത്തുക. അപ്പോൾ അതൊരു ബില്ലായിട്ടാണ് അവതരിപ്പിക്കുക. ആ ബില്ല് എന്നിട്ട് പാസ്സാക്കി എടുക്കണം. അപ്പൊ അങ്ങനെ വന്ന ഏറ്റവും വലിയ ഒരു അമെൻമെന്റ് ആണ് ഈ 42nd അമെൻമെന്റ്. ഇത് ഇന്ത്യൻ ഭരണഘടനയിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളെയും എന്ന് പറയാം, എല്ലാ ഏരിയകളെയും അത് ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതിൽ വരുത്തിയ എല്ലാ മാറ്റങ്ങളെയും, നല്ലൊരു ശതമാനം മാറ്റങ്ങളെയും വീണ്ടും 78 എന്ത് ചെയ്യുന്നു, തിരിച്ച് റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷനിലേക്ക് മാറ്റുന്നു. അപ്പോൾ കാരണം അതിൽ കുറെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എമർജൻസി ഒരു അത്തരത്തിലുള്ള ഒരു പീരീഡ് ആയിരുന്നു. ദെൻ നെക്സ്റ്റ്, ഓക്കെ ഓക്കെ എമർജൻസി ഇപ്പൊ പറഞ്ഞ പോയിന്റുകളിൽ എമർജൻസിയെ കുറിച്ച് എനി ഡൗട്ട് അല്ലെങ്കിൽ എനി അഡീഷണൽ പോയിന്റ്സ് റിക്വയർഡ്? എനിവൺ? എമർജൻസിയുടെ എമർജൻസി ആക്ച്വലി ഇപ്പോൾ വീണ്ടും ചർച്ചയിൽ എമർജൻസി വരുന്നുണ്ട്. എമർജൻസി അത് ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു എനി പൊളിറ്റിക്കൽ ഇഷ്യൂ, പക്ഷേ അത് ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ പോലെ തന്നെ. മൂവി, അതായത് കങ്കണ റണൌത്ത് വന്ന ഒരു മൂവിയാണ് ഇത്, എമർജൻസി എന്ന പേരിൽ ഒരു മൂവി റിലീസ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ളത്. അപ്പൊ അത് ഇതിനെ സംബന്ധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത് വേറൊരു കോണ്ടെക്സ്റ്റ് ആണ് മാത്രം. സോ ഇവിടെ എമർജൻസി അപ്പോൾ അറിയേണ്ടതാണ്. ഇന്ത്യയിലെ എമർജൻസി എന്ന് പറഞ്ഞാൽ 1975 എമർജൻസിയാണ് കൂടുതൽ അറിയുക. പക്ഷെ ഒരുപാട് തവണ സ്റ്റേറ്റ് എമർജൻസികൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. ഇപ്പൊ ജമ്മു കാശ്മീരിലെ അടുത്ത കാലത്ത് സ്റ്റേറ്റ് എമർജൻസി ആയിരുന്നു. അതായത് അവിടെ എമർജൻസി ഡിക്ലെയർ ചെയ്തിരുന്നു. എമർജൻസി എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ എന്ന പേരിൽ പറയുന്നു. അപ്പോൾ എമർജൻസി ഡിക്ലെയർ ചെയ്ത് സ്റ്റേറ്റ് എമർജൻസി എന്നുള്ള പേരിൽ അവിടെ ഭരണം ആര് നടത്തുന്നു? പ്രസിഡന്റ് നേരിട്ട് ഭരിക്കും. പ്രസിഡൻഷ്യൽ ഗവൺമെന്റ് എന്നുള്ള പേരിലാണ് വിളിക്കുക. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ അടുത്ത കാലത്ത് പ്രസിഡൻഷ്യൽ ഗവൺമെന്റിലായിരുന്നു. സോ പ്രസിഡന്റ് തന്നെ നേരിട്ട് ചെന്ന് ഭരിക്കുകയല്ല. പ്രസിഡന്റിന്റെ ഒരു നോമിനി ആയിട്ട് ഗവർണർ അല്ലെങ്കിൽ അവിടെ ഉള്ള ലഫ്റ്റനന്റ് ഗവർണർ ഏതാണോ പൊസിഷൻ അവരാണ് ഭരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ തന്നെ കേരളത്തിലും എമർജൻസി ഒരുപാട് തവണ വന്നിട്ടുള്ള സ്റ്റേറ്റ് ആണ്. കേരളവും പഞ്ചാബുമാണ് ഏറ്റവും കൂടുതൽ എമർജൻസി ഡിക്ലെയർ ചെയ്യപ്പെട്ടുള്ള സ്റ്റേറ്റുകൾ. ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് തന്നെ, അതായത് EMS ഗവൺമെന്റ് കംപ്ലീറ്റഡ് ഗവൺമെന്റ് അല്ല. ഇന്ത്യയിലെ തുടക്കത്തിലുള്ള ഒരു ഗവൺമെന്റുകളും 2-3 ഗവൺമെന്റുകൾ വന്നതെല്ലാം തന്നെ ഇൻകംപ്ലീറ്റ് ആയിരുന്നു. എല്ലാ ഗവൺമെന്റുകളും ആ കാലഘട്ടത്തിൽ പിരിച്ചുവിടുകയാണ് ചെയ്തിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെന്റ് പിരിച്ചുവിട്ട് ഈ പറയുന്ന പ്രസിഡൻഷ്യൽ റൂള്, ഗവർണേഴ്സ് റൂൾ എന്ന പേരിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ ആദ്യത്തെ മിനിസ്ട്രി എന്ന് പറയുന്നത് EMS മിനിസ്ട്രി ആയിരുന്നു. പക്ഷേ EMS മിനിസ്ട്രി വാസ് നോട്ട് കംപ്ലീറ്റ് മിനിസ്ട്രി എന്ന് പറയാം, അല്ലെങ്കിൽ പീരീഡ് കംപ്ലീറ്റ് ചെയ്ത മിനിസ്ട്രി അല്ല. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന ഒരു ടേം ആണ് ഷ്യോക്ക് റിവർ എന്ന് പറയുന്നത്. SHYOK, ഷ്യോക്ക്. സോ ഷ്യോക്ക് എന്ന് പറയുന്ന റിവർ എവിടെയാ? നിങ്ങളിത് വായിച്ചിട്ടുള്ളതാണല്ലോ. അപ്പൊ എവിടെയാണ് ഈ ഷ്യോക്ക് റിവർ? ഷ്യോക്ക് റിവർ സിറ്റുവേറ്റഡ് ഇൻ എവിടെയാണ് സൂരജ്? എനി ഐഡിയ? അതുൽ?
ആ ഓക്കെ ലഡാക്ക്. സൂരജ്. യെസ് ലഡാക്ക് ഓക്കെ കറക്റ്റ്. ലഡാക്കിലാണ്. ലഡാക്ക് എന്ന് പറയുന്നത് അറിയാലോ, ലഡാക്ക് ഒരു യൂണിയൻ ടെറിട്ടറി ആണ്. ഇപ്പൊ എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് ഇന്ത്യയില്? നമ്പർ ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ? 8 ആണോ? 8 ആണ്. യെസ്. സോ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്? Two. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എത്രയാണ്? 28. 28. യെസ് ഓക്കെ. അപ്പൊ ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ പോലും നമ്മൾ ലഡാക്ക് എവിടെയാണെന്ന് അറിയണം. ലഡാക്ക് എന്നുള്ളതിന്റെ ഒരു ജോഗ്രഫി അറിയണം. ബിക്കോസ് ലഡാക്ക് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ടെറൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ വലിയൊരു ഐസ് ബർഗ് ആയിട്ടുള്ള ഏരിയ ആണ് ലഡാക്ക്. ലഡാക്കിലെ ക്യാപിറ്റലാണ് ലേ എന്ന് പറയുന്ന സ്ഥലം. ലേയിലൊരു എയർപോർട്ട് ഉണ്ട്. സോ എനി ഐഡിയ എയർപോർട്ടിന്റെ പേര്? ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് എയർപോർട്ടാണത്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡിലുള്ള എയർപോർട്ട് ആയിട്ടാണ് അറിയപ്പെടുന്നത്. സോ വിച്ച് ഈസ് ദ എയർപോർട്ട്? ലേയിലെ എയർപോർട്ടിന്റെ പേര് എനി ഐഡിയ? ഓക്കെ, എയർപോർട്ടുകൾ, ഇന്റർനാഷണൽ എയർപോർട്ടുകൾ കുറെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ചില പേരുകൾ അറിഞ്ഞിരിക്കുക, എല്ലാതും അറിഞ്ഞില്ലെങ്കിലും ഇഷ്യൂ ഇല്ല. ഓക്കെ, ഇത് പ്രത്യേകത അതാണ്, ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ഉള്ളതാണ്. സോ ഇതിന്റെ പേര് കുഷോക്ക് ബാക്കുള റിംപോച്ചെ എന്നറിയപ്പെടുന്ന ഒരു എയർപോർട്ടാണ്. കുഷോക്ക് ബാക്കുള റിംപോച്ചെ. സോ ഇതാണ് പേര് വരിക. ലേ എന്ന് പറയുന്നതിന്റെ സ്ഥലം. നമ്മൾ അപ്പൊ ഇവിടെ ഷ്യോക്ക് റിവറിനെ കുറിച്ച് നോക്കാം. 5 army personnel died early Saturday morning while de-inducting or withdrawing from a military training activity that involved crossing the Shyok River at the Daulat Bagh Oldi area of eastern Ladakh. So അതൊരു ഈ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ആർമി പേഴ്സണൽ മരിച്ചു അല്ലെങ്കിൽ അവിടെ വീണ് മരിച്ചു എന്നുള്ളതാണ് ന്യൂസ്. അപ്പോ പക്ഷേ ഈ ഇവിടത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ അവിടുത്തെ റിവറിനെ കുറിച്ചാണ്. കാരണം ഷ്യോക്ക് റിവർ ഇമ്പോർട്ടൻ്റ് ആണ്. ഷ്യോക്ക് റിവറിന്റെ ആ ഏരിയയിൽ പാലം ഒക്കെ പണിതിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ. അപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നതാണ് റഷ്യൻ ഒറിജിൻ T-72 ടാങ്ക് ഗോട്ട് സ്വെപ്റ്റ് അവേ ബൈ ദ ഷ്യോക്ക് റിവർ ഡ്യൂ ടു സഡൻ ഇൻക്രീസ് ഇൻ ദ വാട്ടർ ലെവൽ. അപ്പൊ ഷ്യോക്ക് റിവർ പൊതുവെ വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവാത്തതാണ്. കാരണം സിംപ്ലി ചിന്തിച്ചാൽ അറിയാം, അത് ഐസ്ബർഗ് ആണ് അവിടെ. അപ്പൊ ഈ മഞ്ഞുരുകി വരുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം ഉണ്ടാവും. സോ ഇതില് വെള്ളത്തിന്റെ ലെവൽ പെട്ടെന്ന് റൈസ് ആയതുകൊണ്ട് സംഭവിച്ചതാണ് ഈ പറയുന്ന പ്രശ്നം. സോ പിന്നീട് ഇവിടെ ഷ്യോക്ക് റിവറിനെ കുറിച്ച് പറയുന്നതാണ്. ഇറ്റ് ഈസ് ദ റിവർ ഒറിജിനൈസ് അറ്റ് ദ റെമോ ഗ്ലേസിയർ ഓഫ് കാരക്കോറം റേഞ്ച് ഇൻ ദ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക്, ട്രിബ്യൂട്ടറി ഓഫ് ദ ഇൻഡസ് റിവർ. അപ്പോൾ ഇൻഡസിന്റെ ഒരു ചെറിയ ട്രിബ്യൂട്ടറി ആണ്, പക്ഷെ അത് വലിയ ട്രിബ്യൂട്ടറി ആയിട്ട് നമ്മൾ പറയുന്നില്ല. കാരണം വളരെ നേരിയ, അത്രയും ചെറിയൊരു റിവർ സിസ്റ്റം ആണ്. പിന്നെ അടുത്ത പേജില് ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ നുബ്ര റിവർ ഒറിജിനേറ്റിംഗ് ഫ്രം ദ സിയാച്ചിൻ ഗ്ലേസിയർ ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് ട്രിബ്യൂട്ടറി ഓഫ് ദ ഷ്യോക്ക് റിവർ. ഈ നുബ്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നുബ്ര വാലി എന്ന് പറയുന്ന ഒരു വാലി ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇതില് നുബ്ര എന്നുള്ള റിവർ സിസ്റ്റം വളരെയധികം ഫേമസ് ആയിട്ട് എപ്പോഴും പറയുന്നതാണ്. അതായത് സിയാച്ചിൻ എന്ന് പറയുന്ന ഗ്ലേസിയർ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് സിയാച്ചിൻ ഗ്ലേസിയർ. അപ്പൊ സിയാച്ചിൻ ഗ്ലേസിയർ ഉള്ളത് അതിന്റെ അടുത്തുള്ള നദി ഏത് എന്ന് ചോദിച്ചാൽ ഇത് നുബ്രയാണ്. നുബ്ര ഈസ് ദ ട്രിബ്യൂട്ടറി ഓഫ് ദിസ് റിവർ ഷ്യോക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. പിന്നെ അതിൽ പറയുന്നതെല്ലാം ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറെ നദികളുടെ പേര് പറയുന്നുണ്ട്. അഡീഷണൽ ഷ്യോക്ക് വാലി ഈസ് ദ വാലി ഓഫ് ഷ്യോക്ക് റിവർ. ഇറ്റ് ഈസ് നിയർ ദ നുബ്ര വാലി. ഖർത്തുങ്ല ഓൺ ദ ലഡാക്ക് റേഞ്ച് ലൈസ് നോർത്ത് ഓഫ് ലേ ആൻഡ് ഇറ്റ് ഈസ് ദ ഗേറ്റ് വേ ടു ദ ഷ്യോക്ക് ആൻഡ് നുബ്ര വാലി. സോ വാലി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്കത് പറയുമ്പോൾ അത് എന്താവില്ല, ഒരു കോണ്ടെക്സ്ച്വലി നമുക്കത് ചിന്തിച്ചുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന്റെ പിക്ചർ അല്ലെങ്കിൽ ആ സ്ഥലം ക്ലിയർ ആയിട്ട് കാണുകയോ അല്ലെങ്കിൽ നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് വാലിയുടെ ഒരു പ്രത്യേകത. സോ വാലി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫോർ എവരി ഹൈറ്റ് ദർ ഇസ് എ വാലി എന്ന് പറയാം. ഒരു ഉയരമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ കശ്മീർ വാലി എന്ന് പറയുന്നുണ്ട്, എന്നാൽ ജമ്മു വാലി എന്ന് പറയുന്നില്ല. ബിക്കോസ് കശ്മീർ എന്ന് പറയുന്നത് ഒരു ചുറ്റും മലനിരകളും
ഇതിന്റെ താഴ്വാരമാണ്. അപ്പോൾ പൊതുവെ സംഭവിക്കുന്നത് വാലീസ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ആൾക്കാർ താമസിക്കുകയോ ഒരു സിറ്റി തന്നെ ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യും. അവിടെ തണുപ്പ് ഉണ്ടായിരിക്കും, ബിക്കോസ് ഈ പറയുന്ന ചുറ്റുമുള്ള മലനിരകളെല്ലാം നല്ല തണുത്ത അല്ലെങ്കിൽ മഞ്ഞു നിറഞ്ഞു നിൽക്കുന്ന പർവ്വതങ്ങളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ ഏരിയ വിൽ ബി സ്നോഫോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷനും ഉണ്ടായിരിക്കും. ഇപ്പോൾ കശ്മീരിന്റെ പ്രത്യേകത ഏതാണ്? കശ്മീരിൽ ശ്രീനഗർ അല്ലെങ്കിൽ കശ്മീർ വാലി എന്ന് പറയുന്നത് ഇത്തരത്തിൽ മലനിരകൾ ഒരുപാടുള്ളതിന്റെ നടുക്കിലാണ് വരിക. ഇത്തരത്തിൽ ഒരുപാട് വാലീസ് ഉണ്ട്. നമ്മൾ കുളു, മണാലി ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും പറയും. ഇതെല്ലാം തന്നെ പലതും പല പർവ്വതങ്ങളുടെ ഇടയിലാണ്. അപ്പൊ ഇവിടെ നുബ്ര വാലി, അതുപോലെ തന്നെ ഷ്യോക്ക് വാലി, ഇതൊക്കെ വാലികളാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു പ്രത്യേകമായിട്ടുള്ള സ്കീമിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് PM ഗതിശക്തി സ്കീം എന്ന് പറയുന്ന സ്കീമാണ്. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ഹാസ് ജോയിൻഡ് ദ PM ഗതിശക്തി പോർട്ടൽ ടു ഐഡന്റിഫൈ ദ ബ്രിഡ്ജ് ഗ്യാപ്സ് ഇൻ ദ സോഷ്യൽ സെക്യൂരിറ്റി കവറേജ്. അപ്പോൾ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് എന്ന് ഇവിടെ ഡീറ്റെയിൽ ആയി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൽ പറയുന്നതാണ്, ഇറ്റ് പ്രൊമോട്ട്സ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ബൈ റെഡ്യൂസിംഗ് ഇൻസിഡൻസ് ഓഫ് പോവർട്ടി ആൻഡ് കേസസ് ഓഫ് ഇനീക്വാലിറ്റി. ഇറ്റ് എൻഹാൻസസ് ഹ്യൂമൻ റിസോഴ്സ് പ്രൊഡക്ടിവിറ്റി, ഇംപ്രൂവിംഗ് എഡ്യൂക്കേഷൻ സ്കിൽ ലെവൽ. It encourages upward social mobility and enhance social well-being. Sustainable development goals. So ഇങ്ങനെ കുറെ പോയിന്റുകൾ പറയണം. അതായത് ഇതെല്ലാം ബേസ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അത് പുറത്തിറക്കിയിട്ടുള്ളത് യുണൈറ്റഡ് നേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് പൊതുവെ എന്ത് ചെയ്യുക? സൊസൈറ്റിയെ നന്നാക്കുക. അതാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രക്സ് എന്ന് പറയുന്നത്. സോ അതിനെന്ത് വേണം? ഒന്ന് എഡ്യൂക്കേഷൻ വേണം, പിന്നെ സോഷ്യൽ ഇഷ്യൂസിന്, ചലഞ്ചസിനെ നമ്മൾ എന്ത് ചെയ്യണം? മറികടക്കണം. ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് നമ്മൾ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ പാലങ്ങളൊക്കെ നിർമ്മിക്കുക എന്ന് പറയുന്ന പോലെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതായത് സമൂഹത്തിനെ കെട്ടിപ്പടുക്കുക. അപ്പോൾ അതിന് വേണ്ടത് ഒന്ന് എഡ്യൂക്കേഷൻ വേണം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കണം. ഇങ്ങനെയുള്ള നമ്മൾ എല്ലാ പോവർട്ടി അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് പറയുന്നു. സോ പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇങ്ങനെയുള്ള സോഷ്യൽ ഇഷ്യൂസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ PM ഗതിശക്തി എന്ന് പറയുന്ന ഒരു സ്കീം. PM ഗതിശക്തി സ്കീം ഉദ്ദേശിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നോക്കാം. ഓക്കെ, ഇതിലത്രേ ഉള്ളൂ പോയിന്റ്. അപ്പൊ ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു കോൺസെപ്റ്റ് ഈ SDG ആണ്, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി 2030 വരെയുള്ള ഒരു ടാർഗറ്റ് പീരീഡ് ആണ് കൊടുത്തിട്ടുള്ളത്. 2000 മുതൽ 2015 വരെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന പേരിൽ ഒരു സ്കീം തുടങ്ങിയിരുന്നു UN. അതിനുശേഷം 2015 മുതൽ 30 വരെ ഇപ്പോൾ ഉള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അപ്പോൾ നമ്മളിത് മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് മുമ്പാണ്. അപ്പോൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കുറേ ഗൈഡ് ലൈനുകൾ പുറത്തിറക്കിയിട്ടുണ്ട് യുണൈറ്റഡ് നേഷൻസ്. അതിൽ പോവർട്ടി ഇല്ലാതാക്കുക, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കുക, ഈക്വാലിറ്റി കൊണ്ടുവരിക, പിന്നെ വാട്ടർ സപ്ലൈ, ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവയർനെസ്സുകൾ അല്ലെങ്കിൽ നെസസിറ്റീസ് എന്ന് പറയാം. സോ നെസസിറ്റീസ് ആൻഡ് അവർ ലോങ് ടേം ടാർഗറ്റ്സ് എന്നുള്ള കോൺസെപ്റ്റിലാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നൊറ്റ വാക്കിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഇത് എങ്ങനെ നടപ്പിലാക്കും എന്ന് ചോദിച്ചാൽ ഇതിനു വേണ്ട സ്കീമുകൾ ഓരോ രാജ്യങ്ങളും കൊണ്ടുവരണം. ഉദാഹരണത്തിന് ഇന്ത്യയിൽ വുമൺ എംപവർമെന്റ് ആൻഡ് വുമൺ ആൻഡ് ഗേൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ, അതിന് വേണ്ടിയിട്ട് ഒരു സ്കീം കൊണ്ടുവന്നു. ഏതാണ് അടുത്ത കാലങ്ങളിൽ? ഗേൾ ചൈൽഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്കീം ഏതാ? കുറെ സ്കീമുകൾ ഉണ്ടായിരിക്കും, അതിൽ അറിയുന്നത് ഏതാണെങ്കിൽ പറയാം. നമ്മൾ മുമ്പ് ചോദിച്ചിട്ടുണ്ടത്. പോസ്കോ. ഓക്കെ, അത് പോക്സോ. ഓക്കെ, പോക്സോ അതൊരു ആക്ട് ആണ്. പോക്സോ എന്ന് പറയുന്നത് ഒരു ആക്ട് ആണ്. ഓക്കെ, ആക്ട് ആണ്. ഇത് ഒരു സ്കീം. പോക്സോ ആക്ച്വലി ഇതിനുമായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്ത് പറയാം, കാരണം അതും ഇതിന്റെ ഭാഗമാണ്. ബിക്കോസ് 2012 പോലും പോക്സോ ആക്ട് വുമൺ എംപവർമെന്റ് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ എല്ലാ രീതിയിലും വേണം. ഇപ്പോൾ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ പോളിസികളാവാം,
നിയമങ്ങൾ പുതിയത് കൊണ്ടുവരലാവാം, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പോ പോക്സോ കറക്റ്റ് ആണ്. പക്ഷേ ഇപ്പൊ ഇവിടെ ചോദ്യം ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സ്കീം. ഇപ്പൊ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന പോലെ ഓരോ പദ്ധതികൾ ഒരുപാട് ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. അത്തരത്തിലൊരു സ്കീം ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ, ഇത് എസ്പെഷ്യലി ഫോർ ഗേൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ. ഗരീബ് കല്യാൺ യോജന അങ്ങനെയൊക്കെ ഉണ്ടോ? ഗരീബ് കല്യാൺ യോജന ആക്ച്വലി അത് വേറൊരു സ്കീമാണ്. അതിലും ഓക്കെ വുമൺ എംപവർമെന്റ് വരുന്നുണ്ട്. ബട്ട് അതൊരു ജനറൽ സ്കീമാണ്. അതായത് എന്താണ് ഗരീബ് കല്യാൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ടവരുടെ ഉന്നമനം എന്നുള്ളതാണ്. ഇത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. യെസ് ഓക്കെ യെസ്. സോ അത് തന്നെ. അപ്പോൾ അതായത് ഞാൻ അതായത് പർട്ടിക്കുലർലി അങ്ങനെ ചോദിക്കാൻ കാരണം നമുക്ക് ഈ സോഷ്യൽ സ്കീമുകളെ കുറിച്ച് ഒരു ഏകദേശം ഒരു ഐഡിയ വേണം. അതായത് ഒരുപാട് പദ്ധതികൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ച പോയിന്റ് എന്ന് പറയുന്നത് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗേൾ ചൈൽഡ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പറയുമ്പോൾ ഒരുപാട് പദ്ധതികൾ ഉണ്ടാവാം, എങ്കിൽ പോലും ഇത്തരത്തിൽ സ്പെസിഫിക് ആയിട്ട് തുടങ്ങിയ പദ്ധതി എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇപ്പോൾ നിയമങ്ങളുണ്ട്, മുമ്പ് പറഞ്ഞ പോലെ പോക്സോ എന്ന് പറയുന്നതൊക്കെ ഒരു നിയമമാണ്. പോക്സോ ആക്ട് എന്ന് പറയുന്നത് ഒരു നിയമമാണ്. അതും ഒരു സൈഡ് നടക്കും. ഗവൺമെന്റ് പാർലമെന്റ് വഴി നിയമങ്ങൾ പാസ്സാക്കി എടുക്കും. അതും അതിന്റെ ഭാഗമാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ. പക്ഷേ ഗവൺമെന്റിന് ആൾക്കാരോട് ചോദിക്കാതെ, അതായത് പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവരാതെ ഗവൺമെന്റിന് തന്നെ തുടങ്ങാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചില സ്കീമുകളാണ്. അപ്പോൾ പെൻഷൻ കൊടുക്കലോ, അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ജോലി കൊടുക്കലോ, പോവർട്ടി ഇല്ലാതാക്കലോ, ഇങ്ങനെ പറയുന്നതിന് കൊണ്ടുവരുന്നത്. അപ്പൊ അതില് ഈ പറഞ്ഞ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ജെൻഡർ ഗ്യാപ്പ് കുറയ്ക്കുക. പിന്നെ ഒന്ന് ഫീമെയിൽ അല്ലെങ്കിൽ ഗേൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫീമെയിൽ ഫെറ്റിസൈഡ്. അതായത് സ്ത്രീകളാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് എന്നറിഞ്ഞാൽ എന്ത് ചെയ്യാം, അബോർട്ട് ചെയ്യുക, അബോർഷൻ നടത്തുന്ന ഒരു സിസ്റ്റം. അപ്പൊ കാരണം ഗേൾ ചൈൽഡിനെ ഇല്ലാതാക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പല സ്റ്റേറ്റുകളിലും കൂടുതലായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഗേൾ ചൈൽഡിന്റെ എണ്ണം കുറവുണ്ടായിരുന്ന സ്റ്റേറ്റ് ഹരിയാനയാണ്. അപ്പോൾ ഹരിയാനയിൽ നിന്നാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്, ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടായതും. സോ ഇപ്പോൾ നോക്കിയാൽ കാണാം, ഇതിന്റെ സെക്സ് റേഷ്യോ, ഫീമെയിൽ ആൻഡ് മെയിൽ സെക്സ് റേഷ്യോ നോക്കിയാൽ കാണാം, കേരളം അതിൽ ഫസ്റ്റ് ആണ്, എപ്പോഴും പോസിറ്റീവ് ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. ഫീമെയിൽ പോപ്പുലേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ മെയിൽ പോപ്പുലേഷൻ. അപ്പോൾ അത് എപ്പോഴും കമ്പയർ ചെയ്യുന്നത് ഫോർ 1000 മെയിൽസ് ഹൗ മെനി ഫീമെയിൽസ് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ്. അപ്പോൾ അത് വെച്ച് ഏറ്റവും കൂടുതലുള്ളത് കേരളം തന്നെയാണ് എപ്പോഴും. ഏറ്റവും കുറവുള്ളത് ഹരിയാനയാണ്. അപ്പൊ ഹരിയാനയിൽ അത് ഇപ്പോ ഈ പറയുന്ന ബേട്ടി ബച്ചാവോ സ്കീമുകൾ വന്നതിന് ശേഷം വീണ്ടും ഒരു പഠനം നടത്തി. അപ്പൊ അത് പ്രകാരം ചെറിയ ഒരു പോസിറ്റീവ് ഫിഗറും ഉണ്ട് എന്ന് പറയാം. പക്ഷേ അത് എളുപ്പത്തിൽ ഒരു സ്കീം കൊണ്ടുവന്നത് കൊണ്ടൊന്നും ഒരിക്കലും എന്താവില്ല, ഇതൊന്നും മാറ്റാൻ എളുപ്പമല്ല. ഇറ്റ് ഷുഡ് ബി സംതിങ് ഡിഫറെന്റ്. അതായത് അവിടെ ഗവൺമെന്റ് തന്നെ, അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് പിന്നെ വേറെ പദ്ധതികൾ കൊണ്ടുവന്നു. അതായത് ചില ഫണ്ടിങ്, അതായത് പെൺകുട്ടികൾക്കാണെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം കൊടുക്കും. അങ്ങനെ കുറെ ഫേവറിങ് ചെയ്യുന്ന കുറെ സ്കീം കൂടി അഡീഷണലി കൊണ്ടുവന്നിട്ടാണ് അത് ഒരു നേരിയ ലെവലെങ്കിലും മാറ്റം വന്നത്. എങ്കിലും അതൊരു സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ ഡെലമ എന്ന് പറയാവുന്ന ഒരു പ്രശ്നമാണത്. സോ അത് പതുക്കെ പതുക്കെയാണ് ഒരു സ്കീം കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണമായി മാറണമെന്നുമില്ല. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എ പോസിറ്റീവ് ഔട്ട് ബ്രേക്ക്. അപ്പോൾ നല്ല കാര്യമാണ്. സോ ഇപ്പോൾ ഇവിടെ ചോദിക്കാൻ കാരണം ഇതൊക്കെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി ഇത് ചെയ്തത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി PM ഗതിശക്തി എന്ന് പറയുന്ന ഒരു സ്കീം. ഈ ഗതിശക്തി എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത് ആഫ്റ്റർ കോവിഡ് ആണ്. ഗതിശക്തി എന്ന് പറയുന്ന വാക്കിൽ തന്നെ അറിയാം, ശക്തി അതായത് സ്പീഡ് ഉണ്ട് അതിൽ. ഗതി ശക്തി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ബഡ്ജറ്റിലൂടെ അത് വന്ന ടേം ആണത്. ടു മാസീവ് ആയിട്ടുള്ള ലെവലിൽ, വളരെ ശക്തമായ ലെവലിൽ ചില മേഖലകളിലേക്ക് ഫണ്ട് ചെയ്യാണ് ഗവൺമെന്റ്. ആൻഡ് മാത്രമല്ല സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തമായിട്ട് ഡെവലപ്പ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ. അതാണ് ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഒരു നെക്സ്റ്റ് PDF. Okay, the
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ദ റെലവൻറ്റ് ഇഷ്യൂ എന്ന് പറയാം. ഇഷ്യൂ അല്ല, ആക്ച്വലി ഇഷ്യൂ ടോപ്പിക്. സോ AI വാഷിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ അത് പറയുമ്പോൾ വാട്ട് ഈസ് AI? ഓക്കെ, നമുക്ക് അതിന്റെ ഫസ്റ്റ് ലെവൽ തൊട്ട് നോക്കണല്ലോ. എന്താണ് AI? Artificial intelligence. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. യെസ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാ? ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എനി ഐഡിയ? ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആർക്കെങ്കിലും എനി ഐഡിയ? രശ്മി, എനി ഐഡിയ? No, sir. ഓക്കെ. സോ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ജോൺ മക്കാർത്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ജോൺ മെക്കാർത്തി, അതായത് JOHNMCCARTHY. സോ ജോൺ മക്കാർത്തി, നമ്മൾ മാക്ഡൊണാൾഡ്സ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു MC ആണ് വരിക. സോ ജോൺ മക്കാർത്തി. ജോൺ മക്കാർത്തി ഫാദർ ആയിട്ട് അറിയപ്പെടുന്നു. ഇതുപോലെ തന്നെ ജെഫ്രി ഹിൻടൺ എന്ന് പറയുന്ന വ്യക്തിയാണ് നോൺ ആസ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ്, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ എന്നാണ് വിളിക്കുന്നത്, ഗ്രാൻഡ് ഫാദർ ഓഫ് AI എന്ന് വിളിക്കുന്നത്. സോ ഹീസ് ഇൻ ന്യൂസ്, റീസെന്റ് ന്യൂസിലുണ്ട് ഇപ്പോഴും. ജെഫ്രി ഹിൻടൺ വാസ് വർക്കിംഗ് വിത്ത് ഗൂഗിൾ. സോ ഗൂഗിൾ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഗൂഗിളിൽ നിന്ന് ആൾ റിസൈൻ ചെയ്തു. അതിന് കാരണമെന്ന് പറയുന്നത് AI തന്നെയായിരുന്നു. കാരണം ആൾ അത് ഉണ്ടാക്കി അതിന്റെ സക്സസ്, അല്ലെങ്കിൽ ഇയാളുടെ ഒരു ഡിസിപ്പിൾ, ശിഷ്യനായിരുന്നു, ആക്ച്വലി ആയിരുന്നു, സ്റ്റുഡൻ്റ് ആയിരുന്നു മുമ്പ് പറഞ്ഞ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആൻഡ് ജെഫ്രി ഹിൻടൺ ഇതിന്റെ ഐഡിയ വന്ന് ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് തന്നെ സ്വയം തോന്നി ഇതിന്റെ ഇഷ്യൂസ്. ബിക്കോസ് ഗൂഗിൾ, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, പിന്നെ ഇപ്പോൾ ChatGPT എന്ന് പറയുന്ന കമ്പനികൾ, അതായത് ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനിയാണത്. അതുണ്ടാക്കി ഈ ChatGPT തുടങ്ങിയ ഓപ്പൺ AI എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണറും ഈ പറയുന്ന ജെഫ്രി ഹിൻടന്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. സോ ജെഫ്രി ഹിൻടൺ ഈസ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് AI. അപ്പോൾ അദ്ദേഹം അത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. അതിന്റെ കോമ്പറ്റീഷൻ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇറ്റ് ഈസ് ഗോയിങ് ടു റൂയിൻ ദ വേൾഡ് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ്. അതായത് ലോകത്തിനെ ഇത് നശിപ്പിക്കും. അതായത് അല്ലെങ്കിൽ അതിന്റെ ഒരു ആൾ തുടങ്ങി വെച്ച ഈ ഒരു AI ടെക്നോളജിയുടെ ഒരു ഫ്യൂച്ചർ കൺസേൺ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ് എന്ന് അയാൾക്ക് സ്വയം തോന്നുന്നു. അങ്ങനെയാണ് ആൾ ഗൂഗിളിൽ നിന്ന് റിസൈൻ ചെയ്യുന്നത്. ആൻഡ് നൗ ഹീസ് ഓൺ എ വേൾഡ് ടൂർ എന്ന് പറയാം. വേൾഡ് ടൂർ ആണെന്ന് പറയുന്നില്ല, എങ്കിലും വേൾഡ് ലെവലിൽ ആള് ഒരു എന്താണ് അവയർനെസ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റിഗാർഡിങ് AI. AIയിൽ വരുന്ന ഇഷ്യൂസ്, AI റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ഫ്യൂച്ചറിസ്റ്റിക് കൺസേൺ എല്ലാം ആള് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ അപ്പോൾ ഇവിടെ AI നമുക്ക് അറിയുന്നതാണ്. ബട്ട് AI ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇംപ്ലിമെന്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാറായിട്ടില്ല. ബിക്കോസ് ടെക്നോളജി വൈസ് നമ്മൾ അതിലേക്ക് അപ്ഗ്രേഡ് ആവാത്തതുകൊണ്ടാണ്. എല്ലാ ഏരിയകളിലും എല്ലാ മേഖലകളിലും അത് അപ്ഗ്രേഡ് ആയിട്ടില്ല, അതുകൊണ്ടാണ്. ബട്ട് ഇപ്പോൾ 5G ടെക്നോളജി ഒക്കെ എല്ലാ ദിക്കിലും വന്നു കഴിഞ്ഞാൽ, ഈവൻ നമ്മളിപ്പോൾ 4G പോലും എല്ലാ ദിക്കിലും ആയിട്ടില്ല. 4G പോലും വന്നു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ പല കമ്പനികളുടെയും, അല്ലെങ്കിൽ ഡാറ്റ, നമ്മൾ ഫോൺ നോക്കണ്ട, ഫോണിന്റെ എല്ലാം ഉദ്ദേശിക്കുന്നത് ടെക്നോളജി അപ്ഗ്രേഡേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാം വരും. ഇന്റർനെറ്റ് ഫെസിലിറ്റികളും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ടെക്നോളജി വരും. അപ്പോൾ പല പ്രൊഡക്റ്റുകളും പുതിയതായിട്ട് വരും. അപ്പോൾ പലതും ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. ഇവിടെ AI വാഷിംഗ് എന്ന് പറയുന്ന ഒരു ടേം കൊടുത്തിട്ടുണ്ട്. അത് സൂൺ ആഫ്റ്റർ ദ റിലീസ് ഓഫ് ChatGPT in 2022, there was an explosion of news and surge of interest in AI, triggering a hype cycle that continues unabated. Suddenly, it seems every tech company, startup is marketing an AI product. Tech companies and startup marketing themselves as using AI, but not doing so forms the basis of AI washing. അപ്പോൾ AI വാഷിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, AI വാഷിംഗ് is a term derived from green washing, where companies exaggerate their environmental friendliness to appeal to customers. Similarly, businesses that claim to have integrated AI into their products when they are actually using less sophisticated technology can be accused of AI washing. അപ്പോൾ AI വാഷിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഈ ഗ്രീൻ വാഷിംഗ് എന്നുള്ള ടേം derived from ഗ്രീൻ വാഷിംഗ്. അപ്പോൾ കമ്പനികൾ എന്ത് ചെയ്യുന്നു,
എക്സാജറേറ്റ് ദെയർ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലിനെസ് ടു അപ്പീൽ ടു കസ്റ്റമേഴ്സ്. നമുക്ക് അറിയുന്നതാണത്. അതായത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പല പ്രൊഡക്റ്റുകളും നോക്കിയാൽ ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് എല്ലാത്തിലും ഒരു ഗ്രീൻ ടച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ ഏത് സാധനം വാങ്ങിയാലും, ഈവൻ എന്തൊരു പ്രൊഡക്റ്റ് വാങ്ങിയാലും, പ്രത്യേകിച്ച് ഇപ്പോൾ വെജിറ്റബിൾസ് ഓർ എനി കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങുമ്പോൾ അതിൽ പറയുന്നത് ഇക്കോ ഫ്രണ്ട്ലി ആണത്. അല്ലെങ്കിൽ ഇപ്പോൾ കാറ് വാങ്ങിയാൽ പോലും അതിൽ എന്തുണ്ട്, ഗ്രീൻ കാറാണിത്. കാരണം ഇതിൽ കാർബൺ എമിഷൻ കുറവാണ്, CO2 ലെവൽ കുറവാണ്. സോ ഇത്തരത്തിൽ ഏതൊരു പ്രൊഡക്റ്റിന്റെ മുകളിലും കസ്റ്റമേഴ്സിനെ അത് പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവരുന്നു, ഒരു ടേം കൊണ്ടുവരികയാണ്, ഗ്രീൻ വാഷിംഗ് അല്ലെങ്കിൽ ഗ്രീൻ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നു. ഇതേ കോണ്ടെക്സ്റ്റ് തന്നെ എന്തിൽ കൊണ്ടുവരുന്നു, AI എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിലും കൊണ്ടുവരികയാണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, സിമിലർലി ബിസിനസ് ദാറ്റ് ക്ലെയിംസ് ടു ഹാവ് ഇന്റഗ്രേറ്റഡ് AI ഇൻ ടു ദെയർ പ്രോഡക്ട്സ് when they are actually using less sophisticated technology can be accused of AI washing. അപ്പോൾ അവര് എന്ത് ചെയ്യുന്നു, അത്ര വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി ഒന്നും എന്ത് ചെയ്യുന്നില്ല, ദേ ആർ ആക്ച്വലി യൂസിങ് ലെസ് സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി. പക്ഷെ അവരെന്ത് പറയുന്നു, ദേ ക്ലെയിം ടു ഹാവ് ഇന്റഗ്രേറ്റഡ് AI. അതായത് ഏത് പ്രൊഡക്റ്റ് എടുത്താലും ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ ടെക്നോളജിയിൽ AI ഉണ്ട്. ഇപ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ സാംസങ് ഓർ എനി കമ്പനി പലരും അവരുടെ ക്യാമറ ടെക്നിക്സുകൾ കാണിക്കുമ്പോൾ പറയും വി ഹാവ് ഇന്റഗ്രേറ്റഡ് AI ടെക്നിക്സ്, അല്ലെങ്കിൽ ക്യാമറ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ അവരും പറയും കമ്പ്യൂട്ടറുകളിൽ AI ടെക്നോളജി ഉണ്ട്. ആൻഡ് ഏതൊരു പ്രൊഡക്റ്റ് എടുത്താലും അതിൽ പറയും എന്ത്, ഞങ്ങളിതിൽ AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കേട്ടാൽ ആൾക്കാർ അത് വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ ഓ ഇതിൽ AI ഉണ്ട് അല്ലേ എന്താണ് ഈ AI എന്നുള്ളത് അവിടെ ചോദ്യമല്ല. ആൾക്കാർ AI എന്ന ടേം കണ്ടാൽ ഇറ്റ് ഈസ് മോർ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കലി വെരി ഫീസിബിൾ ആണ്, ലെസ് ഇഷ്യൂസ് ഉള്ളതാണ് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് വരികയാണ്. പക്ഷെ സത്യത്തിൽ AI ഹയർ ലെവലിലുള്ള ഹയർ എൻഡ് പോർഷൻസ് ഒന്നും ഇറങ്ങി തുടങ്ങിയിട്ടില്ല, ഇന്ത്യയിൽ ഇറങ്ങി തുടങ്ങിയിട്ടില്ല അധികമൊന്നും. ബട്ട് അത് വരും എന്തായാലും. AI പ്രൊഡക്റ്റുകൾ പലതും വരും. അതായത് വി ക്യാൻ യൂസ്, ഇപ്പം നമ്മൾ സ്മാർട്ട് ഫോണുകൾ പോലെ സ്മാർട്ട് വാച്ചസ് പല സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ടല്ലോ ഓൺലൈൻ വഴിയൊക്കെ, കൂടുതലും അത്തരം ഫ്ലോ വരുന്നുണ്ട്. സോ പല പ്രൊഡക്റ്റുകളും നമ്മൾ കാണാത്തതോ അല്ലെങ്കിൽ വളരെ ടെക്നിക്കലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയോടെ ഇറങ്ങുന്ന ഒരുപാട് പ്രൊഡക്ട്സുകളുണ്ട് ചീപ്പിലായിട്ട്. അപ്പോൾ ഇപ്പൊ റോബോട്ടുകൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ക്ലീനിങ് റോബോട്ട്സ് ഉണ്ട് ഒരുപാട്, പല വീടുകളിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. അതുപോലെ നമ്മൾ ഡിഷ് വാഷേഴ്സ് എന്ന് പറയുന്നതൊക്കെ പലരും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഡിഷ് വാഷർ എന്താണ് സാധനം? ഡിഷ് വാഷർ എന്ന് പറയുന്ന സാധനം എനിവൺ കേട്ടിട്ടില്ലേ എല്ലാവരും? ഹലോ, ഇനി ഓഡിബിൾ അല്ലേ? ഹലോ, ഓഡിബിൾ ആണ്. ഹലോ. ഓക്കെ, യെസ്. ഓക്കെ, വിന്ദുജ കേൾക്കുന്നില്ലേ? ഓക്കെ അല്ലേ വിന്ദുജ? ഓക്കെ, വിന്ദുജയുടെ ആണ് നെറ്റ് കുറച്ച് ഇഷ്യൂ പറഞ്ഞതല്ലേ അന്ന്. ഓക്കെ, സൗമ്യ ഓക്കെ അല്ലേ? സൗമ്യ, സൽമ? Sir. ഓക്കെ. ആൻഡ് ഓക്കെ, സൗമ്യ പറഞ്ഞു. ഓക്കെ, ഫൈൻ. സൽമ ഓഡിബിൾ അല്ലേ? സൽമ? Okay, sir. ഓക്കെ, യെസ്. ഓക്കെ, ക്രിസ്റ്റീന? Yes, sir. ഓക്കെ, ഫൈൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ആളവിടെ ഇല്ലേന്ന് നോക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. ഓക്കെ, ഗ്രിഗറി? Yes, sir. ഓക്കെ, ഹിമ? Yes, sir. ഓക്കെ, ആൻഡ് രശ്മി? Yes, sir. രശ്മി ഉണ്ട്. ഓക്കെ, അതുലിനെ വിളിച്ചിരുന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ, ബാക്കിയുള്ളവര് പറഞ്ഞിരുന്നു. ഓക്കെ, കേട്ടിരുന്നു. ഓക്കെ, വിന്ദുജ ഒക്കെ അവിടെ ഉണ്ടല്ലോ അല്ലെ? വിന്ദുജയുടെ ഐ തിങ്ക് ഓഡിബിൾ ആണെന്ന് തോന്നുന്നു. മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, അല്ല നമ്മളിവിടെ ചോദിച്ചത് നമ്മൾ ഒരു സിമ്പിൾ, അതായത് ഇപ്പോൾ ഡിഷ് വാഷർ എന്നുള്ള കോൺസെപ്റ്റ് ആണ് ചോദിച്ചത്.
സോ ഡിഷ് വാഷേഴ്സിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ആ ഓക്കെ, ഫൈൻ ഫൈൻ. സോ ഡിഷ് വാഷർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്താണ് ഡിഷ് വാഷ് എന്ന് പറയുന്നത് പാത്രങ്ങൾ കഴുകുന്നത് തന്നെ, ഡിഷസ് എല്ലാം എന്ത് ചെയ്യാം, വാഷ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പാത്രം കഴുകുന്ന മെഷീൻ എന്ന് പറയാം. അത് നോർമലി ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇപ്പോൾ ബ്രിട്ടീഷ് ഓർ അമേരിക്കൻ കോൺസെപ്റ്റിലൊക്കെ പണ്ട് തന്നെ ഉള്ളതാണ്. എന്നാൽ ഇന്ത്യയിലൊന്നും അത് ആദ്യ എന്താണ് ഇറങ്ങിയിരുന്നില്ല. ബട്ട് നൗ ഇറ്റ് ഈസ് അവൈലബിൾ. ഓക്കെ, അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകുന്നതിനും അതിനെന്ത് ചെയ്യാം, വി ക്യാൻ യൂസ് ദ സിസ്റ്റം. അപ്പോൾ അത് വളരെ ക്ലീൻ ആയിട്ട് കൃത്യമായിട്ട് കഴുകി വെക്കുന്ന, അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു മെഷീൻ. സോ ഇത്തരത്തിലുള്ള മെഷീൻസ് ആക്ച്വലി അതിലൊന്ന് AI ഇൻ്റഗ്രേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ AI ടെക്നോളജി എന്ന് പറഞ്ഞാൽ എല്ലാം അത് ചെയ്യും എന്നുള്ള അർത്ഥത്തിലല്ല. ബട്ട് ഒന്നാമത് ടെക്നോളജി എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ മേക്കിംഗ് തിങ്സ് ഈസിയർ എന്നുള്ളതാണ്. സിംപ്ലി പറഞ്ഞാൽ മേക്കിംഗ് തിങ്സ് ഈസിയർ. നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയെയും അതായത് നമ്മൾ അതിലുള്ള ഭാരം ലഘൂകരിക്കുക എന്നുള്ളതാണ് ഒരു ടെക്നോളജിയുടെ ഗുണം. സോ അങ്ങനെ വരുമ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ പല ജോലികളും പലതും എന്താവുന്നു, AI വരുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണവും ദോഷവും അത് തന്നെയാണ്. ബിക്കോസ് വി നെവർ യൂസ് അവർ മൈൻഡ് ഓർ ഇൻ്റലക്ട്. കുറച്ച് കഴിയുമ്പോൾ അത് ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും നമ്മൾ എന്താവുന്നു, റിട്ടാർഡായി പോകും. കാരണം മിണ്ടാൻ ഒരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് വി ക്യാൻ യൂസ് ത്രൂ ടെക്നോളജി. അല്ലെങ്കിൽ നമ്മളുടെ ഇൻ്റലക്ട് യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് അതിനും എന്തുണ്ട്, ടെക്നോളജി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇൻ്റലക്ട് തന്നെ എന്താവുന്നു, കുറച്ച് കഴിയുമ്പോൾ ഒരു ഡ്രൗണിങ് സ്റ്റേജിലേക്ക് പോകാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ AI വാഷിംഗ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നത് മാത്രം. അപ്പോൾ ഇത് പറയാൻ കാരണം ബാക്ക്ഗ്രൗണ്ട്, ഒരു സമ്മിറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ദ സമ്മിറ്റ് വിൽ ടേക്ക് പ്ലേസ് ഫ്രം July 3rd to 4 in Astana, Kazakhstan. Took over the SCO presidency from India, which was the president last year. India hosted the SCO summit virtually in 2023 July. അപ്പോൾ ആ മീറ്റിങ്ങിനിടയിൽ നടന്ന ഒരു കോണ്ടെക്സ്റ്റ് ചർച്ച അത്രയേ ഉള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓക്കെ, ഇതിന്റെ കോൺസെപ്റ്റ് പറയുന്നതാണ്. അതായത് വാട്ട് ആർ ദ സം റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഓഫ് AI വാഷിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാൽ അതാണ്, ആമസോൺ റിപ്പോർട്ടഡ്ലി റിമൂവ്ഡ് ഇറ്റ്സ് കാഷ്യർലെസ് ചെക്ക്ഔട്ട് സിസ്റ്റം ഫ്രം മെനി ഫിസിക്കൽ grocery stores after Business Insider found that a just walk out technology, which claimed to use AI and sensors to detect what is in customers' shopping cart, actually relied on employees in India to review the transaction. So Amazon എന്ത് ചെയ്തു, removed its cashierless checkout system from many physical grocery stores. അതുപോലെ not just tech companies, AI related claims multinational brands such as McDonald's, Coca-Cola have also come under the scrutiny. Decided to ditch its AI technology at a drive-through restaurants in the US. So ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ AI വാഷിംഗ് ഒരു ഗ്രോയിങ് കൺസേൺ ആയിട്ട് പറയുന്നു. ഇറ്റ് സീം ലൈക്ക് ഹാംലെസ് hyperbole, it could far reaching consequence for consumers and the tech industry itself. AI washing diverts management attention and resources away from the practical AI innovation. അപ്പോൾ ഇത് AI വരുത്തുന്ന ഒരു ഇഷ്യൂസിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ പൊതുവെ AI വരുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റം ഇപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി പല എയർപോർട്ടുകളിൽ, സിംപ്ലി പറഞ്ഞാൽ അതാണ്, അടുത്ത കാലത്ത് ഇപ്പോൾ എയർപോർട്ടുകളിൽ ഡിജി യാത്ര എന്നൊക്കെ പേരിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അതെല്ലാം വളരെ സ്മൂത്ത് റണ്ണിങ് ആണ്, നല്ല ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് തന്നെയാണ് അതെല്ലാം. സോ അതായത് എയർപോർട്ടുകളിൽ ഇന്ത്യയിലാണെങ്കിൽ പല മേഖലകളിലും ഇപ്പോൾ ഒരു എയർപോർട്ടിൽ ഒരു 5-6 വ്യക്തികളാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതായത് മിനിമം 6 പേരെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ ഗോ ത്രൂ 6 persons ടു റീച്ച് ദ എയറോപ്ലെയിൻ. സോ 6 പേരെ കടന്നിട്ടാണ് ഒരു വ്യക്തി ചുരുങ്ങിയത് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ എയർപോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ യുനോ, സോ അവിടെ ആദ്യം ഒരു ചെക്കിന് മുമ്പ് ആദ്യം തന്നെ ഫസ്റ്റ് ഒരു CRPF അല്ലെങ്കിൽ CISF പേഴ്സണൽ ഉണ്ടാവും, നമ്മളെ നോക്കുന്നു. അത് കഴിഞ്ഞ് കടന്ന് ബാഗേജ് ചെക്കിങ്. സോ ഇങ്ങനെ 2, 3, 4, 5 ഏറ്റവും അവസാനം കയറുന്നതിന് മുമ്പ് വരെ എന്തുണ്ടാവും, ഒരു എയർ ഹോസ്റ്റസ് അടക്കം ഉണ്ടാവും. അപ്പോൾ 6-7 പേരോളം കടന്നിട്ടാണ് എത്തുന്നത്.
എന്നാൽ ഇതെല്ലാം ഇപ്പൊ ഇന്റർനാഷണലി പല എയർപോർട്ടുകളിലും, ഇപ്പൊ ദുബായ് എയർപോർട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണലി സിംഗപ്പൂർ എയർപോർട്ട്, പല എയർപോർട്ടുകളിലും പേഴ്സൺ ഫ്രീ ആക്കിയിരിക്കുകയാണ്. അതായത് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഒരു ബോഡി സ്കാനിങ് പോലെ നമ്മളുടെ ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റമാണ് AI വെച്ചിട്ട്, അത് വെച്ച് നമ്മളെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് ആരും ചെക്കിങ്ങിനോ ഒന്നിനും വരില്ല. യു ക്യാൻ ഗോ ഫ്രീ ഹാൻഡ്, കടന്നു പോവാം, ആരും ചെക്ക് ചെയ്യില്ല, ബാഗ് കൊടുക്കുക, പോവുക. പോയി കഴിഞ്ഞാൽ അതിനെല്ലാം ആരും ഒരു വ്യക്തി ഉണ്ടായിരിക്കില്ല. സോ പേഴ്സൺ ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ സംഭവിക്കുന്ന ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ട്രാവലിംഗ് വിൽ ബി ഈസി. ബട്ട് അവിടെ വരുന്നൊരു ഇഷ്യൂ, ഇവിടെ തന്നെ ഉള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് ജോബ് ലോസ് ആണ്. അതായത് 6 പേര് ഇന്ത്യയിൽ ഈ പറഞ്ഞ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ബട്ട് ടെക്നോളജി വന്നപ്പോൾ ഈ 6 പേരുടെ ജോലിയും പോയി. അതിന് പകരം എന്തായി, ഈ പറഞ്ഞ ടെക്നോളജി മാത്രം യൂസ് ചെയ്തുകൊണ്ട് ദ ടോട്ടൽ സിസ്റ്റം വിൽ ബി അറേഞ്ച്ഡ്. അപ്പോൾ അത് ഒരു കൺസേൺ ആണ്. ബിക്കോസ് ലേബർ അല്ലെങ്കിൽ ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്നത് വളരെയധികം കുറയും. അപ്പോൾ പല മേഖലകളിലും എന്തിൻ്റെ ആവശ്യമില്ല, ആൾക്കാരുടെ ആവശ്യം ഇല്ലാതാവും. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. സോ നെക്സ്റ്റ് വരുന്നതാണ് പെഞ്ച് ടൈഗർ റിസർവ് എന്ന് പറയുന്ന ഒരു ടൈഗർ റിസർവിനെ കുറിച്ച്. അല്ല, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ AI ഒക്കെ കോൺസെപ്റ്റ് പറയാൻ കാരണം യു ഹാവ് ടു, ഇത് ഔട്ട് ഓഫ് ദ ബോക്സ്, നമ്മളിപ്പോൾ ഇതിന്റെ സിലബസ് ബേസ് ആയിട്ട് മാത്രമല്ല, അല്ലാതെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. കരിയർ കോൺസെപ്റ്റിൽ ടെക്നോളജി ഈസ് ചേഞ്ചിങ്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഫീൽഡ് പഠിച്ചു, നിങ്ങൾ പല അല്ലെങ്കിൽ ടോപ്പിക്കുകൾ പഠിച്ചവരായിരിക്കാം, എങ്കിൽ പോലും യു ഹാവ് ടു ഡെവലപ്പ് യുവർ സ്കിൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് സ്കിൽ ഡെവലപ്മെന്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ഇങ്ങനൊരു കോഴ്സായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും യു ഹാവ് ടു ഡെവലപ്പ് യുവർ ഓൺ സ്കിൽ ബൈ ഓൺലൈൻ കോഴ്സസ്. പല ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാം, പലതും ചെയ്യാം. ഇപ്പൊ AI പഠിക്കണം എന്നല്ല, ബട്ട് പല മേഖലകളിലും വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയൊരു സ്കില്ല്, അത് എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ പറയുന്ന പോലെ നിങ്ങൾ അടുത്ത കാലത്ത് നേടിയ, ഇപ്പോൾ 3 വർഷത്തിനുള്ളിൽ എന്ത് സ്കില്ല് നേടി, ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കില്ലായിരിക്കാം. പലപ്പോഴും അതാണ് ഇപ്പോൾ ഈവൻ UPSC എക്സാമുകളിൽ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഇത്രയും കാലം വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് ഇത്രയും കാലത്തെ ഗ്യാപ്പ്. സോ വാട്ട് യു ഏൺഡ് ഓർ ലേൺഡ് ഇൻ ദ ലാസ്റ്റ് 3 years എന്നുള്ള ഇത് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ പഠിച്ചു, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സ്കിൽ അക്വയറിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൽ ഈ പറഞ്ഞ പോലെ ഈവൻ ചിലപ്പോൾ നമ്മൾ ലൈസൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ്, അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. അപ്പോൾ ആ ഡ്രൈവിംഗ് പഠിച്ചു എന്നുള്ളത് എന്താണ്, ഇറ്റ്സ് എ സ്കിൽ ഡെവലപ്മെന്റ്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. അതിൽ ചിലപ്പോൾ കാർ ഓടിക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചു, ഇതും എന്ത് തന്നെയാണ്, സ്കിൽ ഡെവലപ്മെന്റ് ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ നെസസറി. ഇപ്പോൾ അതൊരു വലിയ സംഭവമേ അല്ല, അതൊരു നെസസറി ആയി മാറിയിട്ടുള്ള കാലഘട്ടമാണ്. സോ ഇറ്റ് ഷുഡ് ബി ഡൺ എന്നുള്ളതാണ് കോൺടെക്സ്റ്റ്. അപ്പൊ അത് പറയാൻ കാരണം അതാണ്, യു ഹാവ് ടു സീക്ക് സംതിങ്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു ജോബ് എന്നുള്ള കോൺസെപ്റ്റിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ഈവൻ ഗവൺമെന്റ് ജോബുകളായാലും സ്കിൽ ഡെവലപ്മെന്റിന് വളരെയധികം പ്രാക്ടീസും ഇമ്പോർട്ടൻസും വരുന്നുണ്ട്. അത് വിത്തിൻ 5 to 10 years, 5 years മതി. മിക്കവാറും ഒരു 4-5 വർഷങ്ങൾക്കുള്ളിലൊക്കെ പല മേഖലകളിലും പല മാറ്റങ്ങളും വരും. ഇപ്പോൾ പല ഫീൽഡുകളിലും അത് വരുന്നുണ്ട്. ഇപ്പോൾ ഈവൻ പോസ്റ്റ് ഓഫീസുകളിൽ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുകളിൽ പല ഇതും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. ഇപ്പൊ RMS എന്ന് പറയുന്ന, അതായത് റെയിൽവേ മെയിൽ സർവീസ് എന്ന് പറയുന്ന ഡിവിഷൻ ഉണ്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ. അതിനെ എന്ത് ചെയ്യുന്നു, അതിപ്പോ പല ദിക്കിലും നിർത്തുകയാണ്. അപ്പൊ അത് നിർത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, റെയിൽവേ അത്തരം ഒരു സിസ്റ്റത്തിന് പകരം ദേ ഹാവ് പാഴ്സൽ സർവീസ് ഡയറക്ട്ലി. മാത്രമല്ല പലതും ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുന്നു, കത്തുകളുടെ എണ്ണത്തിൽ വരുന്ന കുറവ്. സോ ദേ ഹാവ് ടു ചേഞ്ച്. അപ്പോൾ പഴയ പോലെ വീട്ടിലേക്ക് ഒരു കത്ത് കൊണ്ടു കൊടുക്കുന്ന സിസ്റ്റം കുറയാണ്. ഓൾമോസ്റ്റ് മിക്ക കമ്പനികളും അവരുടെ എല്ലാ സംഭവങ്ങളും ഓൺലൈൻ ആക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കത്തുകളുടെ എണ്ണം കുറയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പറയുന്ന ഫീൽഡിലേക്ക് ആൾക്കാരുടെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചേഞ്ച് പല മേഖലകളിലും വരുന്നുണ്ട് എന്നുള്ളതും അറിയാനാണ് ഈ AI കോൺസെപ്റ്റ് പറയുന്നത്. സോ പെഞ്ച് ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഇവിടെയും അതാണ് നമ്മൾ ഇപ്പൊ AI വീണ്ടും വരുന്നുണ്ട്. അതായത് പെഞ്ച് ടൈഗർ റിസർവ് റീസെന്റ് ലോഞ്ച്ഡ് ആൻ അഡ്വാൻസ്ഡ് AI സിസ്റ്റം ഫോർ ദ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഫയർ. സോ അവിടെ ഒരു AI ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ പല ഫീൽഡുകളിലും AIയുടെ ചെറിയ ചെറിയ അപ്ലിക്കേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ ഏത് ഫീൽഡ്, ഒരു ഫീൽഡ് എന്നില്ല, എല്ലാ ഫീൽഡുകളിലും എന്തുണ്ട്, AI വരുന്നുണ്ട്. ബിക്കോസ് AI എന്ന് പറയുന്നത് ഒരു പുതിയ ടെക്നോളജിയാണ്. ഇന്റർനെറ്റിന്റെ
അഡീഷണൽ ആണ് AI എന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഇന്റർനെറ്റ് ഈസ് എ ടെക്നോളജി. ഇന്റർനെറ്റ് ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു റവല്യൂഷണറി ടെക്നോളജി ആയിരുന്നു. ബട്ട് AI ഈസ് ബേസ്ഡ് ഓൺ ഇന്റർനെറ്റ്. പക്ഷേ AI എന്ന് പറയുന്നത് പുതിയൊരു മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വേറൊരു ടെക്നോളജിയാണ്. സോ AI നിന്ന് പല ഫീൽഡുകൾ ഇനി ഉയരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ AI വെരി യെസ് കഴിഞ്ഞ ദിവസം മറ്റേ പത്രങ്ങളിലൊക്കെ ഒരു 2009 കുറിച്ചിട്ടൊരു തെറ്റിദ്ധാരണ വരുത്തിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഏതായിരുന്നു? പല മറ്റേ മാതൃഭൂമി മനോരമയിലൊക്കെ എക്സാക്ട്ലി യെസ് ഞാൻ അത് പറയാൻ വരെയായിരുന്നു ആക്ച്വലി. കറക്റ്റ് ടൈം ആയിരുന്നു അത്. അതായത് ഓക്കെ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും അത്. ഫേക്ക് ന്യൂസ് പോലെ. ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് വാസ് എ ന്യൂസ്. പക്ഷേ ഈവൻ ദ ന്യൂസ് ചാനലുകൾ പോലും അതിൽ എന്ത് ചെയ്തു, അത് ന്യൂസ് പോലെ കൊടുത്തു എന്നുള്ളത് എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ. എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ അത്? ന്യൂസ് പേപ്പറുകളിലൊക്കെ ഒരു ആഡ് കൊടുത്തത്, ന്യൂസ് പോലെ ഒരു ആഡ് കൊടുത്ത സംഭവം കണ്ടില്ലേ എല്ലാവരും? കണ്ടിരുന്നില്ലേ? അനുപമ, അനുഷ, അതുൽ, എല്ലാവരും ഓക്കെ കണ്ടിരുന്നു? ഓക്കെ അത് വളരെ ലേറ്റസ്റ്റ് ആണ്. 2-3 ദിവസത്തിനുള്ളിൽ പറഞ്ഞ പോലെ സൂരജ് പറഞ്ഞത് കറക്റ്റ്. അപ്പോൾ അത് ആക്ച്വലി ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു കോൺഫറൻസിനെ സംബന്ധിക്കുന്ന ന്യൂസ് ആയിരുന്നു. ന്യൂസ് എന്ന് പറഞ്ഞാൽ ആഡ് ആയിരുന്നു. സോ അവർ ആഡ് കൊടുത്തത് ന്യൂസ് പോലെയാണ്. അതായത് ഡിജിറ്റൽ കറൻസി ആയിരിക്കും February 1 മുതൽ എന്നൊക്കെ പേരുള്ള ന്യൂസ് പോലെ അവർ കൊടുത്തു. അത് കണ്ട് പലരും എന്തായിരുന്നു, ഞെട്ടി എന്നുള്ള പേരിലായിരുന്നു. ബിക്കോസ് ന്യൂസ് പോലെയാണ് അവരത് ഡിസൈൻ ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ സംഭവത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യാവുന്നത് ന്യൂസുകൾ പോലും തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സംഭവം. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. AI ടെക്നോളജിയിലൂടെ എന്താണ് റൈറ്റ് റോങ് എന്ന് പറയുന്നതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വരുന്ന പ്രശ്നം. സോ യു ഹാവ് ടു, അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു ഫീൽഡുമാണ്. അതായത് ഇനി ഒരു ജോബ് ഫീൽഡ് എന്ന് പറയാം. അതായത് ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദ ജോബ് ന്യൂസ്. സോ ന്യൂസിൽ തന്നെ ന്യൂസുകൾ വാച്ച് ഒബ്സർവേഷൻ സ്കില്ലിലൂടെ നമുക്കത് പറ്റും ചെയ്യും. അതായത് ഹ്യൂമൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ അത് പറ്റും. അപ്പൊ AI ടെക്നോളജിയിലൂടെ. പക്ഷെ അതാണ് ഡീപ്പ് ഫേക്ക്. ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ ചൈന ഡീപ്പ് ഫേക്ക് പോലെ വേറൊരു ടെക്നോളജി ഒക്കെ ചൈന ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. AIയിൽ വേറൊരു ടെക്നോളജി. അപ്പൊ ഇത് വളരെ വലിയ കോമ്പറ്റീറ്റീവ് ലെവലിലേക്കാണ് പോകുന്നതെല്ലാം. അപ്പോൾ ഡീപ്പ് ഫേക്കുകളിൽ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു വ്യക്തിയുടെ പിക്ചർ പോലെ തന്നെ തോന്നുന്ന വേറൊരു വ്യക്തിയുടെ പിക്ചർ ഉണ്ടാക്കുക. അതൊരു വലിയ സംഭവമേ അല്ലാത്തൊരു കാലഘട്ടമായി. സോ അതെല്ലാം AIയിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ പെഞ്ച് പറയാൻ കാരണം, പെഞ്ച് ടൈഗർ റിസർവ് എന്ന് പറയുന്നിടത്ത് മഹാരാഷ്ട്രയിലാണത്. അപ്പൊ പെഞ്ച് ടൈഗർ റിസർവിൽ ഒരു ടെക്നോളജി വന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ, ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഫയർ. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത്. സോ അതിൽ അല്ലാതെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഇത് വരിക. ഇറ്റ് എക്സ്റ്റെൻഡ് ടു നാഗ്പൂർ ഡിസ്ട്രിക്ട്. പെഞ്ച് ടൈഗർ റിസർവ് എന്ന് പറയുന്നത് പേരിൽ തന്നെ അറിയാം, ഇറ്റ് ഇസ് എ ടൈഗർ റിസർവ്. അപ്പൊ ഇന്ത്യയിലെ ടൈഗർ റിസർവുകൾ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഉള്ളത് നാഗാർജുന സാഗർ ശ്രീശൈലം എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെയാണ്. അപ്പോ പെഞ്ച് ടൈഗർ റിസർവിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ റിയൽ ലൈഫ് സെറ്റിംഗ് ഓഫ് റുഡിയാർഡ് കിപ്ലിംഗ്സ് ഫേമസ് നോവൽ ദ ജംഗിൾ ബുക്ക്. ജംഗിൾ ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ജംഗിൾ ബുക്ക് അവിടെയും അതിന്റെ ഏരിയയെ കുറിച്ചും വരുന്നുണ്ട്. അതായത് ജംഗിൾ ബുക്ക് എന്നുള്ള നോവൽ എഴുതിയത് അതിന്റെ കോണ്ടെക്സ്റ്റിലാണ്. നെക്സ്റ്റ് റിം ഓഫ് ദ പസഫിക്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, ഒരു ടോപ്പിക്കാണ്. റിം ഓഫ് ദ പസഫിക് എക്സസൈസ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ നേവിയുടെ INS ശിവാലിക് ഹാസ് അറൈവ്ഡ് അറ്റ് പേൾ ഹാർബർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിം ഓഫ് പസഫിക് എക്സസൈസ്. ഇത് പേൾ ഹാർബർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എന്താണ് സ്ഥലമാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ വൺ ഓഫ് ദ ലാർജസ്റ്റ് നേവൽ ബേസ് ആയിരുന്നു. അതിലാണ് ജപ്പാൻ സെക്കൻഡ് വേൾഡ് വാറിൽ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ. പേൾ ഹാർബർ എന്നുള്ള പേരിലൊരു മൂവി തന്നെയുണ്ട് ഹോളിവുഡിൽ. സോ അത് ബേസ് ചെയ്യുന്നത് ഇതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ പേൾ ഹാർബറിൽ വെച്ചിട്ട് റിം ഓഫ് ദ പസഫിക് എന്ന് പറഞ്ഞാൽ പസഫിക്കിന്റെ തീരത്തുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണത്. ഇതിൽ നേവൽ എക്സസൈസിന് ഇന്ത്യയും പങ്കെടുത്തു. ഇന്ത്യയുടെ INS ശിവാലിക് എന്ന് പറയുന്ന ഒരു കപ്പലുണ്ട്, അത് പങ്കെടുത്തു. അപ്പോൾ എന്താണ് റിം പാക്ക് എന്നാണ് പറയുന്നത്. റിം പാക്ക് സ്റ്റാൻഡ്സ് ഫോർ റിം ഓഫ് ദ പസഫിക് എക്സസൈസ് വിച്ച് ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഇന്റർനാഷണൽ മാരിടൈം വാർഫെയർ എക്സസൈസ്. അപ്പൊ ഇതില്
റിംപാക്ക് വിൽ ബി ടേക്ക് പ്ലേസ് ഫ്രം ജൂൺ 26 ടു ഓഗസ്റ്റ് 2. ഇത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നടന്നതാണ്. ദിസ് ഇയേഴ്സ് തീം ഈസ് പാർട്ട്നേഴ്സ് ഇന്റഗ്രേറ്റഡ് ആൻഡ് പ്രിപ്പയർഡ്. ഇതിലെ പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ് ആണ് നമുക്ക് അറിയേണ്ടത്. ഓസ്ട്രേലിയ, ജപ്പാൻ, UK, US ആൻഡ് എമംഗ് അതർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതില് പ്രധാനമായിട്ടും ഇതിന്റെ പ്രത്യേകത മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ പസഫിക് റീജിയൻ. അപ്പൊ പസഫിക് റീജിയനിലെ നേവൽ ഏരിയ സംരക്ഷിക്കുക. കാരണം ഈ ഏരിയയിലൊക്കെ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ ഇഷ്യൂ പസഫിക് റീജിയനിലായാലും ഇന്ത്യൻ ഓഷനിലായാലും ഒക്കെ ചൈനീസ് ഇന്റർവെൻഷൻ ആണ്. അപ്പൊ ചൈനയ്ക്കെതിരെ വലിയ രീതിയിൽ എക്സസൈസുകൾ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു ഇറ്റ്സ് എ ഡിപ്ലോമാറ്റിക് ലെവലാണ്, സെക്യൂരിറ്റി കോൺഫറൻസ് ആണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി എക്സസൈസ് ആണത്. ഓക്കെ, അപ്പൊ അതിന്റെ പേരാണ് റിംപാക്ക്. അപ്പൊ അതിന്റെ അറിഞ്ഞിരിക്കുക, റിംപാക്ക് എന്ന് പറയുന്നത് റിം ഓഫ് ദ പസഫിക് എന്ന് അറിയപ്പെടുന്ന മാരിടൈം എക്സസൈസ് ആണ് ഇത്. ഓക്കെ, അതിലത്രേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് സ്നോ ബ്ലൈൻഡ് മാൽവെയർ എന്ന് പറയുന്നതാണ്. അത് ഒരു പുതിയതായിട്ട് വന്ന മാൽവെയർ ആണ്. എ ന്യൂ ആൻഡ്രോയിഡ് മാൽവെയർ കോൾഡ് സ്നോ ബ്ലൈൻഡ് വാസ് എമർജ്ഡ് ആൻഡ് ഇറ്റ്സ് യൂസിങ് എ ക്ലിയർ ട്രിക്ക് ബൈപാസ് സെക്യൂരിറ്റി. സോ മാൽവെയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. മാൽവെയർ എന്ന് പറഞ്ഞാൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കും. സോ നല്ല സോഫ്റ്റ്വെയറുകളെ നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് തന്നെ വിളിക്കും. മോശം സോഫ്റ്റ്വെയറുകളെ വിളിക്കുന്നതാണ് മാൽവെയർ. അപ്പോൾ ഈ മാൽവെയർ എന്ന് പറയുന്നതിൽ പെട്ടതാണ് വൈറസുകൾ, അല്ലെങ്കിൽ ട്രോജൻ ഹോൾസ് എന്നൊക്കെ പറയുന്ന കുറേ പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മോശം പ്രോഗ്രാമുകളെ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു ടേമാണ് മാൽവെയർ. അപ്പോൾ മാൽവെയർ ആണ് അതിന്റെ ഹെഡ്. മാൽവെയറിന്റെ താഴെ വരുന്നതാണ് ഈ പറഞ്ഞ വൈറസ്, അതെല്ലാം. അപ്പോൾ ഒന്നാമത് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരിക്കില്ല, നല്ലതായിരിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു മാൽവെയർ അടുത്ത കാലത്ത് വന്നതാണ് സ്നോ ബ്ലൈൻഡ് എന്ന് പറയുന്നത്. സോ പേര് അറിഞ്ഞിരിക്കുക, കാരണം ഇത്തരത്തിൽ ഒരുപാട് മാൽവെയറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് സ്നോ ബ്ലൈൻഡ് ഈസ് എ ടൈപ്പ് ഓഫ് ട്രോജൻ മാൽവെയർ. ആൻഡ്രോയിഡ് ട്രോജൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിൽ കയറുന്നു. അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു, മറ്റുള്ള പ്രോഗ്രാമുകളെ കൂടി ഇവിടേക്ക് ക്ഷണിക്കുന്നു. സോ നമ്മുടെ കമ്പ്യൂട്ടറിനെ അത് അല്ലെങ്കിൽ മൊബൈൽ ഫോണിനെ പൂർണ്ണമായിട്ട് തകർക്കും. ഡാറ്റ അത് റിട്രീവ് ചെയ്യും, എടുത്തുകൊണ്ട് പോകും. പ്ലസ് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോണിനെ പൂർണ്ണമായും തകർക്കുന്നതാണ് ഈ ട്രോജൻ എന്ന് പറയുന്നതിന്റെ കാറ്റഗറിയുടെ പ്രത്യേകത. ഓക്കെ, സോ അതാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്കൊരു ചെറിയൊരു PDF കൂടി നോക്കാനുണ്ട്, അതും കൂടി നോക്കാം. ഇതിൽ വലിയ ടെർമിനോളജികൾ കുറവാണ് എങ്കിൽ പോലും LRS എന്ന് പറയുന്നതാണ്. സോ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം എന്ന് പറയുന്നതാണ്. സ്പെൻഡിങ് മണി overseas through credit card does not come under the liberalized maintenance remittance scheme limit. It change in the never future. As per media report published recently, bringing credit card spend under LRS is now on government's radar. അതായത് ക്രെഡിറ്റ് കാർഡ് വഴി എന്ത് ചെയ്യുന്നു, മീഡിയ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തതാണ്. ക്രെഡിറ്റ് കാർഡ് സ്പെൻഡ് അണ്ടർ LRS is now in government's radar. ആദ്യകാലത്ത് ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട്, ആദ്യകാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത് വരെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് ഗവൺമെന്റ് അധികം ചെക്ക് ചെയ്യാറില്ല. പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ്ങും ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് അനാവശ്യം ഇപ്പോൾ 10 ലക്ഷം 20 ലക്ഷം അങ്ങനെ ഭയങ്കരമായ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് വിൽ ചെക്ക് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ പേര് പറഞ്ഞ പോലെ തന്നെ പണം ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് അയക്കുന്നതിനും ഒക്കെ എന്തുണ്ടായിരുന്നു, ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ for the uninitiated, the finance ministry in May 2023 had brought credit card spending under LRS limit. However, it was announced on June 28 that overseas spending using credit card will be put on hold in order to give time to the banks to streamline their requisite IT systems. So normally അത്രേ ഉള്ളൂ. അതായത് ബാങ്കുകൾക്ക് അവരുടെ സെക്യൂരിറ്റി സിസ്റ്റംസും അവരുടെ സ്ട്രീംലൈൻ, അതായത് സോഫ്റ്റ്വെയർ സ്ട്രീംലൈൻ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സമയം കൊടുത്തു. ബിക്കോസ് it was announced on 28 that overseas spending using credit card will be put on the hold. അത് ഓവർസീസ് ലെവലിൽ സാധാരണ, അതായത് പുറത്തേക്കായാലും ഇവിടേക്കായാലും റെമിറ്റൻസ് എല്ലാം ക്രെഡിറ്റ് കാർഡുകളിലൂടെ ചെയ്തിരുന്നു. സോ ഇപ്പോൾ അത് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ അതിൽ ഈ സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നത്. ഈ സ്കീം പിന്നെ കൊണ്ടുവന്ന ഡേറ്റും ഡീറ്റെയിൽസും ഒക്കെ പറയാണ്. അതായത് LRS സ്കീം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടത്.
The scheme was introduced in February 2004 with a limit of $25,000. The LRS limiter later revised in stages consistent with the prevailing macro and microeconomic condition. അപ്പോൾ അതൊരു നല്ല സ്കീമാണ്, കാരണം പണത്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും, പക്ഷെ അതിൽ ഒരുപാട് രീതിയിൽ ലൂപ്പ് ഹോളുകൾ ഉള്ളതുകൊണ്ട് തന്നെ പണം എന്ത് ചെയ്യപ്പെടാം, മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാം, ഒരുപാട് രീതിയിൽ കള്ളപ്പണം വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രൊജക്ട് നെക്സസ് എന്ന് പറയുന്നതാണ്. Reserve Bank of India has joined Project Nexus, significant initiative aimed to efficiency and security. ഇതെല്ലാം ഇപ്പൊ ഈ പറഞ്ഞു പോകുന്നതെല്ലാം തന്നെ ചെറിയ ചെറിയ സ്കീമുകളാണ്, ഇതിന് വലിയ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള സ്കീമുകളൊന്നുമില്ല. സോ ഈ പ്രൊജക്ട് നെക്സസ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നു, ഗ്ലോബൽ പേയ്മെന്റ് സിസ്റ്റം, ഇവിടെ അടിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയിട്ടുണ്ട്, RBI കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെന്റ് ഓഫ് എ സ്ട്രീം ലൈൻഡ് ആൻഡ് റിസിലൈൻഡ് ഗ്ലോബൽ പേയ്മെന്റ് സിസ്റ്റം. ഇപ്പൊ ലോകത്തിൽ നല്ല രീതിയിലുള്ള ഒരു മണി ട്രാൻസാക്ഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതാണ് എൻഹാൻസിങ് ദ എഫിഷ്യൻസി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ ക്രോസ് ബോർഡർ പേയ്മെന്റ്സ്, അതിനു വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് പ്രൊജക്ട് നെക്സസ്. ലോകത്തിലുള്ളതാണ് പ്രൊജക്ട് നെക്സസ്. അതിൽ ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഇന്ത്യയുടെ റിസർവ് ബാങ്കും അതിൽ മെമ്പറായി എന്നുള്ളതാണ് പറയുന്നത്. സോ പ്രൊജക്ട് നെക്സസ് ഉദ്ദേശിക്കുന്നതാണ് ലോകത്തിൽ തന്നെ മണി ലോണ്ടറിങ് അല്ലെങ്കിൽ പല രീതിയിലുള്ള മണി ട്രാൻസാക്ഷൻസിനെ എന്ത് ചെയ്യാം, റെഗുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഉള്ളതാണ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. സോ ഇത് ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ മാനുഫാക്ചർഡ് ഗുഡ്സ് ടു ഹയർ പ്രൊഡക്ഷൻ ലെവൽ, ദിസ് വാസ് ഡ്രിവൺ ബൈ. അപ്പോൾ എന്താണ് ഈ പ്രൊജക്ട് മാനേജേഴ്സ് ഇൻഡെക്സ് നോക്കാം. ഇറ്റ്സ് എ സർവേ ബേസ്ഡ് മെഷർ ഓഫ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ബിസിനസ് കണ്ടീഷൻ ദാറ്റ് ആസ്ക് respondents about changes in their perception of key business variables compared to previous month. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. അതായത് നോർമലി ഇപ്പോഴത്തെയും ഭാവിയിലെയും ബിസിനസ് കണ്ടീഷനുകൾ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ, അതായത് ബിസിനസ്സിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് മുൻപുള്ളതും ഇപ്പോഴുള്ളതും ഭാവിയിലുള്ളതും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുന്നതാണ്. സോ ഇതിൽ യൂഷ്വലി റിലീസ്ഡ് ഇൻ ദ സ്റ്റാർട്ട് ഓഫ് എവറി മന്ത്. ഇറ്റ് ഈസ് കൺസിഡർഡ് ഗുഡ് ലീഡിംഗ് ഇൻഡിക്കേറ്റർ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി. ഇതിൽ ചെയ്യുന്നതാണ് PM എന്ന് പറയുന്നത്. എബവ് 50 ഇൻഡിക്കേറ്റ്സ് എക്സ്പാൻഷൻ, ബിലോ 50 കൺട്രാക്ഷൻ, റീഡിംഗ് അറ്റ് 50 നോ ചേഞ്ച്. അതായത് ഒരു ബിസിനസ് വളരുന്നുണ്ടോ തളരുന്നുണ്ടോ അതോ അതേ പൊസിഷനിലാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പൊതുവെ ബിസിനസ് ആക്ടിവിറ്റികളെ നിരീക്ഷിക്കാൻ എളുപ്പമാണ് ഈ ഇൻഡെക്സിലൂടെ. പല ബിസിനസ് ആക്ടിവിറ്റികളും പൂട്ടിപ്പോകുന്നുണ്ടോ അത് നിലനിന്ന് പോകുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു ഇൻഡെക്സ് സഹായിക്കുന്നു മാത്രം. അത് ഒരു സിമ്പിൾ ഇൻഡെക്സ് ആണ്, വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇൻഡെക്സ് ആയിട്ട് എവിടെയും പറയുന്നൊന്നുമില്ല. ബട്ട് ആ ടേം ദെൻ മാർസ് ഒബ്സർവേറ്ററി എന്ന് പറയുന്ന, മാർസ് ഒഡീസി, ഇതൊരു സ്കീമാണ്, ഒരു നാസയുടെ പ്രൊജക്റ്റ് ആണ്. അപ്പോൾ it is recently captured an epic view of largest volcano in our solar system named Olympus Mons using the Mars Odyssey orbiter. So ഇതൊരു പുതിയ വോൾക്കാനോയിന്റെ പിക്ചർ കിട്ടിയതിനെ കുറിച്ചാണ്. അപ്പൊ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, മാർസ് ഒഡീസി എന്ന് പറയുന്നത് ആരുടെയാണ്, നാസയുടെയാണ്. ആൻഡ് ഇത് മാർസിലേക്കുള്ളതാണ്. ഇറ്റ് വാസ് ദ മിഷൻ ടു എക്സ്പ്ലോർ മാർസ്. And it was launched on 7th April 2001. ഓക്കെ, ഫ്ലോറിഡയിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇത്രയാണ് ഇതിൽ അറിയേണ്ടത്. ആൻഡ് ഇതിന്റെ മെയിൻ മിഷൻ എന്ന് പറയുന്നത് ഡിറ്റക്ട് വാട്ടർ ആൻഡ് ഐസ്, സ്റ്റഡി ദ ജിയോളജി ഓഫ് മാർസ്, സ്റ്റഡി ദ റേഡിയേഷൻ എൻവയോൺമെന്റ് ഓഫ് മാർസ്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ കോണ്ടെക്സ്റ്റ് വരുന്നത്. സോ വേറെ ഇതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഈ മാർസ് ഒഡീസിയിലില്ല. പക്ഷെ പേര് അറിഞ്ഞിരിക്കുക, മാർസ് ഒഡീസി, കാരണം ഒരുപാട് പ്രൊജക്റ്റുകൾ പല രാജ്യങ്ങളും നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ മാർസ് ഒഡീസി എന്ന് പറയുന്നത് പേര് കേട്ടാൽ അറിയണം, നാസയുടെ പ്രൊജക്റ്റ് ആണ്. ഇറ്റ്സ് ടു മാർസ് ആൻഡ് മാർസിലെ വാട്ടർ ലെവല് പരിശോധിക്കുന്നതിന് അല്ലെങ്കിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നതിനും ഉള്ള സ്കീമാണ്. ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ ഇത് പറയാൻ കാരണം, ഒരു പിക്ചർ, ഒരു നാസ ഹാസ് റീസെന്റ് ക്യാപ്ചർഡ് ആൻ എപ്പിക് പിക്ചർ എന്നുള്ളതാണ് പറയുന്നത്. ലാർജസ്റ്റ് വോൾക്കാനോ ഇൻ ദ യൂണിവേഴ്സൽ സിസ്റ്റം, അത് അവിടെ ഉണ്ടെന്ന് കണ്ടെത്തി. ദെൻ വേൾഡ് ഡ്രഗ് റിപ്പോർട്ട്. ഓക്കെ, ഇത് അടുത്ത കാലത്ത് എപ്പോഴും ചർച്ചയിലുള്ളതാണ്, ഡ്രഗ്സ് ആൻഡ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു റിപ്പോർട്ട് പുറത്തിറക്കുന്ന സംഘടനയുടെ പേരാണ് UNODC, യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം. UN നേതൃത്വത്തിലുള്ളതാണ് ഈ സ്കീം ഇത് പറയുന്നത്. അപ്പൊ ഇത് പുറത്തിറക്കുന്നു, ഡ്രഗ് യൂസേഴ്സ് വേൾഡ് വൈഡ് റീച്ച് 292 മില്യൺ, വിച്ച് റിസൾട്ട് 20% ഇൻക്രീസ് ഓവർ ദ പാസ്റ്റ് ഡെക്കേഡ് എന്നാണ് പറയുന്നത്.
അപ്പോൾ കാനബീസ് ഇസ് ദ മോസ്റ്റ് പോപ്പുലർ ഡ്രഗ്. പിന്നെയുള്ളത് ഒപ്പിനോയിഡ്, ആംഫിറ്റമിൻ, കൊക്കെയിൻ ആൻഡ് എക്സ്റ്റസി, അങ്ങനെ കുറേയുള്ള അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസുകളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ there is gender disparity in treatment access and only 1 in 18 women with a drug use disorders receive treatment. Narcotics Control Bureau currently around 100 million people in India addicted to various narcotic substances. അതായത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്നത് ഇന്ത്യയിലെയാണ്. അപ്പോൾ അവരുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 100 മില്യൺ പീപ്പിൾ ഡ്രഗ് അഡിക്റ്റഡ് ആണെന്നാണ് കണക്ക്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് വേൾഡ് ഡ്രഗ് അബ്യൂസിനെതിരെയുള്ള ഡേ ആണ് 26th ജൂൺ. സോ 2024 തീമായിരുന്നത് ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. അപ്പോൾ UN വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ് ഈ പറയുന്ന ഡ്രഗിൻ്റെ കോൺസെപ്റ്റ്. സോ നോർമലി ഈ പറഞ്ഞ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മേജർ ഇഷ്യൂ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് ഇതിൻ്റെ സംഘടനയുടെ പേര് അറിഞ്ഞിരിക്കുക, UNODC. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, UNODC. ഓക്കെ. സോ നെക്സ്റ്റ് ഓക്കെ, നമുക്കിപ്പോൾ 9 മണി കഴിഞ്ഞല്ലോ അല്ലേ? സോ നമുക്ക് അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.